യുധിഷ്ഠിര മഹാരാജാവ് നാരദ മഹർഷിയോട് ധർമ്മതത്വത്തെക്കുറിച്ചും സനാതന ധർമ്മത്തിൻ്റെ സമ്പ്രദായങ്ങളെക്കുറിച്ചും ചോദിച്ചു. അപ്പോൾ ആ ധർമ്മതത്വ സമ്പ്രദായങ്ങളെക്കുറിച്ചാണ് വിസ്തരിച്ചത്. വർണ്ണാശ്രമാചാരയുതം യത്പുമാൻ വിന്ദതേ പരം. ഈ വിധത്തിലുള്ള സമ്പ്രദായങ്ങളോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ ആ ധർമ്മത്തെ അതിനെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. ഈ ധർമാനുഷ്ഠാനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ധർമാനുഷ്ഠാനം കൊണ്ട് ഉണ്ടാവേണ്ടത് ഹൃദയത്തിൽ ശുദ്ധിയാണ്. അങ്ങനെ അനുഷ്ഠാന ശുദ്ധി കൊണ്ട് തെളിഞ്ഞതായ ചിത്തം ആ ഹൃദയം ആർക്കുണ്ടോ അവരെവിടെ പോയാലും അവർക്ക് നന്മയുണ്ടാവുള്ളൂ. സദാ സന്തുഷ്ട മനസ്സ സർവാ സുഖമയാ ദിശ ശർക്കര കണ്ടകാദിഭ്യോ യഥോപാനത്പദ ശിവം. അതായത് കല്ലും ചരലും നിറഞ്ഞ വഴി കൂടെ പോണവർക്ക് സർവത്ര പരവതാനി വിരിക്കുക ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവർക്ക് 2 ചെരുപ്പ് കാലുമ്പിൽ ഇട്ടു എങ്കിൽ സർവത്ര പരവതാനി വിരിച്ചതായിട്ട് അനുഭവപ്പെടും. അതുപോലെ മനസ്സ് ശുദ്ധാണെങ്കിൽ ഏത് ദിക്കിൽ ചെന്നാലും അവിടെയൊക്കെ സുഖമായിട്ട് ഭവിക്കും. മനസ്സ് കലുഷാണെങ്കിൽ ലോകം ദുരിതമായിട്ടും ഭവിക്കും എന്നും പറഞ്ഞു. ഇങ്ങനെ ഈ ധർമ്മതത്വത്തിൻ്റെ സമ്പ്രദായങ്ങളും ആ ധർമ്മതത്വാനുഷ്ഠാനം കൊണ്ടുണ്ടാവുന്നതായ പ്രയോജനങ്ങളും ഉപദേശിച്ചു കൊടുത്തിട്ട് നാരദ മഹർഷി യുധിഷ്ഠിര മഹാരാജാവിനെയും പാണ്ഡവരെയും അനുഗ്രഹിച്ചിട്ട് ആ യുധിഷ്ഠിര രാജസൂയ സമ്പ്രദായത്തിൽ നിന്ന് അദ്ദേഹം പോവുകയും ചെയ്തു. ഇങ്ങനെ ഈ മഹാരാജാവിൻ്റെ മുമ്പിൽ നിന്ന് നാരദ മഹർഷി പോയി ആ കഥകളൊക്കെ ഭഗവാൻ ശ്രീശുകര് പരീക്ഷത്തിന് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പം ഇത് കേട്ടപ്പോഴാണ് പരീക്ഷത്ത് ഇങ്ങനെ ഓരോ കഥകളായിട്ട് മന്വന്തരാദി കഥകളൊക്കെ കേട്ടപ്പോൾ ചോദിച്ചു. പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തു ഭഗവാൻ ശ്രീശുകര്, അങ്ങേക്ക് ഞാൻ ഈ വിധത്തിൽ സാക്ഷാൽ സ്വയംഭുവ മനുവിൻ്റെ പരമ്പര സമ്പൂർണ്ണമായിട്ട് വിസ്തരിച്ചു. സ്വയംഭുവ മനുവിൻ്റെ സമ്പ്രദായങ്ങളാണ് ഇപ്പോൾ ഇത്രയും നേരം വിസ്തരിച്ച് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ആദ്യത്തെ മനു സ്വയംഭുവനാണ്. ഇപ്പം ഈ സ്വയംഭുവൻ അദ്ദേഹത്തിൻ്റെ ഓരോ സമ്പ്രദായങ്ങളും ആ കാലത്തുണ്ടായിട്ടുള്ള ഭഗവാന്റെ മഹിമകളും മഹാത്മാക്കളുടെ ചരിത്രങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തത് കേട്ടപ്പോഴാണ് പരീക്ഷിത്ത് ചോദിച്ചു, പിന്നീടുണ്ടായ മനുക്കൾ ആരൊക്കെയാണ്, അവരുടെ ചരിത്രങ്ങൾ എന്തൊക്കെയാണ്, ഈ മന്വന്തരങ്ങളിൽ ഏതൊക്കെ വിധത്തിലാണ് ഭഗവാൻ ഭൂമിയിൽ വന്ന് ലോകത്തെ അനുഗ്രഹിച്ചത് എന്ന് ചോദിച്ചു. അപ്പം അതിന് മറുപടിയായിട്ട് ശ്രീശുകര് പറഞ്ഞു കൊടുത്തു. അന്നിപ്പോൾ എന്തുണ്ടായേ ചോദിച്ചാൽ ആദ്യത്തെ മനു സ്വയംഭുവൻ, രണ്ടാമത്തെ മനു സ്വാരോജിഷൻ, മൂന്നാമത്തെ ആളും ഉത്തമൻ, താമസൻ, രൈവതൻ എന്ന് പറയും. ഇങ്ങനെ 5 മനുക്കളെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു. 6ാമത്തെ മനു ചക്ഷുസിൻ്റെ മകൻ ചാക്ഷുഷൻ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 7ാമത്തെ മന്വന്തരത്തിൻ്റെ കഥ പറഞ്ഞു. ഈ 7ാമത്തെ മന്വന്തരാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വൈവസ്വതൻ്റെ മന്വന്തരാണ് എന്നും പറഞ്ഞു. അപ്പം ഇങ്ങനെ 7 മന്വന്തരങ്ങളുടെ സമ്പ്രദായത്തിലേക്കാണ് പറഞ്ഞെത്തിച്ചത്. ആദ്യത്തേത് നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ സ്വയംഭുവൻ്റെ കഥ വിസ്തരിച്ച് ബ്രഹ്മപുത്രനായ സ്വയംഭുവൻ. ഇപ്പോൾ സ്വയംഭുവൻ, സ്വാരോജിഷൻ, ഉത്തമൻ, താമസൻ, രൈവതൻ, ചാക്ഷുഷൻ, 7ാമത്തേത് വൈവസ്വതൻ, സൂര്യപുത്രനായ വിവസ്വാന്റെ പുത്രനായ വൈവസ്വതൻ എന്നും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ ഈ വിവസ്വാന്റെ പുത്രനായ വൈവസ്വതൻ മനുവായിട്ടിരിക്കണ കാലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത് വൈവസ്വത മന്വന്തരാണ്, 7ാമത്തെ മന്വന്തരം എന്നും പറഞ്ഞു. ഈ 7ാമത്തെ മന്വന്തരത്തിലാണ് ഇപ്പം നമ്മളും ഇവിടെ ഇരിക്കണത് എന്നും പറഞ്ഞു പരീക്ഷത്തിനോട്. അപ്പം നമ്മൾ ഇവിടെ ഇരിക്കുന്നതും 7ാമത്തെ മന്വന്തരത്തിലാണ്. അപ്പം അങ്ങനെ 7 മനുക്കളുടെ വാഴ്ചയുടെ കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോഴാണ് പരീക്ഷിത്ത് മഹാരാജാവ് ചോദിച്ചു, അങ്ങനെ ഓരോന്നായിട്ട് എനിക്ക് ഓരോരോ മന്വന്തരങ്ങളും ആ മന്വന്തരങ്ങളിൽ ഉണ്ടായ ഭഗവാന്റെ മഹിമകളും വിസ്തരിച്ച് കേൾക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഓരോ മന്വന്തരത്തിലും ഭഗവാൻ അവതരിച്ചു അനുഗ്രഹിക്കേണ്ടായില്ലേ, അതാണ് കേൾക്കേണ്ടതെന്നും പറഞ്ഞു. അപ്പം അതിന് മറുപടിയായിട്ട് ശ്രീശുക ബ്രഹ്മർഷി മന്വന്തരങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ സ്വയംഭുവിൻ്റെതൊക്കെ മുഴുവൻ പറഞ്ഞു തീർന്നു. പിന്നെ രണ്ടാമത്തേത് സ്വാരോജിഷൻ, അഗ്നിപുത്രൻ സ്വാരോജിഷൻ. 3ഉം 4ഉം 5ഉം മനുക്കള് പ്രിയവ്രതന്റെ പുത്രന്മാരാണ്. ഉത്തമൻ, താമസൻ, രൈവതൻ എന്ന് പറയും. 6ാമത്തെ മനു ചക്ഷുസിന്റെ മകനാണ് ചാക്ഷുഷൻ. 7ാമത്തെ മനുവാണ് സൂര്യപുത്രൻ നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പം അതിൽ ഈ ഉത്തമൻ, താമസൻ, അതിൽ 4ാമത്തെ മനുവാണ് താമസൻ. താമസന്റെ മനു, ആ താമസ മനു കഴിച്ച് അദ്ദേഹത്തിൻ്റെ വാഴ്ച കഴിയണ കാലത്താണ്, ആ കാലത്താണ് ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചിട്ട് ലോകത്തെ അനുഗ്രഹിച്ചത്. ഏത് പ്രകാരത്തിൽ എന്നാണെങ്കിൽ അത് പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുത്തു. തത്രാപി ജജ്ഞേ ഭഗവാൻ ഹരിണ്യാം ഹരിമേധസ. ഹരിണിയിലെ ഹരിമേധസിന്റെ പുത്രനായിട്ട് ഭഗവാൻ ഹരിരിത്യാഹൃതോ യേന ഗജേന്ദ്രോ മോചിതോ ഗ്രഹാൽ എന്ന് പറയും. അന്നാണ് ഭഗവാൻ ഹരി എന്ന പേരിൽ അവതരിച്ചിട്ട് ഗജേന്ദ്രന് മോക്ഷം കൊടുത്തത് എന്നും പറഞ്ഞു. അപ്പോൾ പരീക്ഷിത്ത് ചോദിച്ചു, ആരാ ഗജേന്ദ്രൻ, എന്താ അദ്ദേഹത്തിൻ്റെ സമ്പ്രദായം, അദ്ദേഹം എന്തിനിപ്പം എങ്ങനെയൊക്കെ പുറപ്പെട്ടത്, എന്താ അദ്ദേഹത്തിൻ്റെ ചരിത്രം, എങ്ങനെയാണ് അദ്ദേഹത്തെ അനുഗ്രഹിച്ചത്.
അതൊക്കെ ഒന്ന് വിസ്തരിച്ച് പറയൂ എന്നും പറഞ്ഞു. അപ്പോൾ അതിന് മറുപടിയായിട്ട് ശ്രീ ശുകബ്രഹ്മർഷി ഗജേന്ദ്രന്റെ ചരിത്രം പറഞ്ഞു കൊടുത്തു. അന്ന് എന്താ ഉണ്ടായി ചോദിച്ചാൽ പറയും, അവിടെ ആ കാലത്ത് ആസീത് ഗിരിവരോ രാജൻ ത്രികൂട ഇതി വിശ്രുത. പണ്ട് ത്രികൂടം എന്ന പേരായിട്ട് വിശിഷ്ടമായിട്ടൊരു പർവ്വതം ഉണ്ടായി. ഈ പർവ്വതത്തിലെ ഗംഭീരമായ കാടുകളും അവിടെ ഇങ്ങനെ തടാകങ്ങളും അരുവികളും ഒക്കെ ആയിട്ട് ധാരാളമായിട്ട് ജന്തുജീവജാലങ്ങൾ സന്തോഷമായിട്ട് ആ കാട്ടിൽ കഴിഞ്ഞു. ആനകളും സിംഹങ്ങളും കടുവകളും എല്ലാവിധ ജന്തുജീവജാലങ്ങളും വള്ളികളും അതുപോലെ വൃക്ഷങ്ങളും ഒക്കെ ആയിട്ട് ഗംഭീരമായ കാട്. ആ കാട്ടിൽ, ആ ഘോരമായ കാട്ടിൽ അന്ന് വിശിഷ്ടനായിട്ട് ഒരു ആന ഉണ്ടായി എന്ന് പറയും. ഈ ആന എന്തേ ചെയ്തു വെച്ചാൽ, ആ ഗജേന്ദ്രൻ ഇങ്ങനെ ആ കാട്ടിൽ കഴിച്ചു കൂട്ടുന്ന കാലത്ത് ആനയുടെ ഈ തലയെടുപ്പും മിടുക്കും പ്രഭാവവും ഒക്കെ ആയിട്ട് ആന കഴിച്ചു കൂട്ടുമ്പം ആനയുടെ ഈ ഒരു മിടുക്ക് കണ്ടിട്ട്, നോക്കൂ, കാട്ടിലെ രാജാവ് സാധാരണഗതിയിൽ സിംഹമാണ്. പക്ഷേ ആനയുടെ ഈ യോഗ്യത കണ്ടിട്ട് സിംഹം പോലും ഈ ഗജേന്ദ്രന്റെ മഹിമ അംഗീകരിച്ചു. അങ്ങനെ വനരാജനായിട്ട് ഗജേന്ദ്രൻ, ആ ഗജരാജൻ കാട്ടിൽ വാണു. ഇനി ഗജരാജൻ കാട്ടിൽ വാഴുന്ന കാലത്ത് ആനക്കൂട്ടത്തോട് കൂടിയിട്ട് ഗജേന്ദ്രൻ സന്തോഷമായിട്ട് കഴിച്ചു കൂട്ടുന്ന കാലത്ത് ഒരിക്കല് ഇദ്ദേഹം ഇങ്ങനെ കഴിഞ്ഞു കൂടുമ്പോഴാണ് ആ കാലത്ത് വേനൽക്കാലം വന്ന സമയത്ത് ഒരിക്കലും കാട്ടിൽ വെള്ളം വറ്റിയ എന്നൊരു വിഷമമുണ്ട്. അപ്പം അങ്ങനെ കുന്നിൻ്റെ മുകളിലെ കാട്ടിൽ വെള്ളം വറ്റിയ സമയത്ത് ആനക്കൂട്ടം ഒന്നിച്ച് വെള്ളം കുടിക്കാനായിട്ട് ഈ കുന്നിൻ്റെ താഴെ ചെരുവിലിരിക്കുന്നതായ തടാകത്തിലേക്ക് വന്നു. ഈ തടാകത്തിൽ നിറഞ്ഞിരിക്കുന്ന ജലാശയത്തിൽ ധാരാളം വെള്ളവും ഒക്കെ ഉണ്ട് എന്ന് കണ്ടിട്ട് സന്തോഷമായിട്ട് അവർ വെള്ളം കുടിക്കാൻ വന്നവർ ആനക്കൂട്ടം മുഴുവനും ഒന്നിച്ചാണ് വന്നത്. അതിൽ ഈ ആനക്കൂട്ടം കുറേശ്ശെ ആ കരയിൽ നിന്ന് തുമ്പിക്കൈ ആ തടാകത്തിലേക്ക് ഇങ്ങോട്ട് നീട്ടി വെച്ചിട്ട് ആവശ്യത്തിന് വെള്ളം കുടിച്ചു. ഇപ്പം ഈ ആനക്കൂട്ടം ആവശ്യത്തിന് വെള്ളം തടാകത്തു നിന്ന് കോരി കുടിച്ച് അവരുടെ ദാഹം തീർത്ത് മാറി അവനവൻ്റെ ആവശ്യമായി കഴിച്ചു കൂട്ടി പോന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗജേന്ദ്രൻ മാത്രം എന്താ ചെയ്തു വെച്ചാൽ ആ തടാകത്തിൽ നല്ലോണം ഒന്ന് ഇറങ്ങിയെന്ന് മാത്രമല്ല, ഇറങ്ങിയിട്ടൊന്ന് മുങ്ങിയിട്ടൊന്ന് കലക്കിയിട്ട് കുറച്ച് തൻ്റെ തുമ്പിക്കൈ കൊണ്ട് വെള്ളം കോരിയെടുത്തിട്ട് അത് തൻ്റെ തലയിലേക്കും ദേഹത്തേക്കൊക്കെ ഒന്ന് തേവി നല്ലോണം. അങ്ങനെ മുങ്ങിയും കുളിച്ചും നല്ലോണം തേവിയും ഒക്കെ അങ്ങനെ കലക്കിയിട്ടാണ് ആര് വെള്ളം കുടിച്ചത്? ഈ ഗജേന്ദ്രൻ വെള്ളം കുടിച്ചത്. അപ്പം അങ്ങനെ ഈ ഗജേന്ദ്രൻ വെള്ളത്തിലിറങ്ങി മുങ്ങി കുളിച്ച് കലക്കി വെള്ളം കുടിച്ചും കൊണ്ടിരിക്കുന്ന സമയത്ത് പപൗ നികാമം നിജ പുഷ്കരോദ്ധൃതം ആത്മാനമഭ്യസ്നപയൻ ഗതക്ലമ എന്ന് പറയും. ആ തടാകത്തിലേക്ക് ഇറങ്ങിയിട്ട് മറ്റുള്ള ആനകളൊക്കെ തടാകത്തിൻ്റെ കരയിലിരുന്ന് തുമ്പിക്കൈ നീട്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുകയാണ് ചെയ്തത് വെച്ചാൽ ഗജേന്ദ്രൻ ചെയ്തത് അങ്ങനെയല്ല. വിഗാഹ്യ തസ്മിൻ അമൃതാംബു നിർമ്മലം ഹേമ അരവിന്ദോത്പല രേണുവാസിതം എന്ന് പറയും. അതിൽ വിഗാഹ്യ നല്ലോണം ഇറങ്ങി മുങ്ങിയിട്ടാണ് കലക്കിയിട്ടാണ് കുടിച്ചത്. ഈ കലക്കി കുടിച്ചപ്പം ഈ ആനയുടെ കാലുമ്പിലൊരു മുതല വന്ന് പിടിച്ചു എന്ന് പറയും. അതാണ് ഈ കലക്കി കുടിക്കരുത്. കലക്കി കുടിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. ആ തെളി വെള്ളം കുടിച്ചവർക്കാർക്കും ബുദ്ധിമുട്ടുണ്ടായില്ല. കലക്കി കുടിച്ച ഗജേന്ദ്രന്റെ കാലിൻ്റെ മുകളിലാണ് ഒരു മുതല വന്ന് പിടിച്ചു. അപ്പം ഈ മുതല വന്ന് ഇങ്ങനെ പിടിച്ചപ്പോൾ എന്താണ്ടായിച്ചാൽ ഗ്രാഹോബലിയാം ചരണേ രുഷാഗ്രഹിയിൽ എന്നാണ്. ഗ്രാഹം മുതല വന്നിട്ട് ഈ ആനയുടെ കാലമ്പില് രുഷാഗ്രഹിയിൽ കലശലായിട്ട് അങ്ങോട്ട് പിടിച്ചു. അപ്പം എന്താ വെച്ചാൽ ഇതിങ്ങനെ പിടിച്ച സമയത്ത് ഈ ആനയ്ക്കാച്ചാൽ അങ്ങനെ വിഷമമൊന്നുമില്ല, നല്ല ശക്തനാണ്, കൂട്ടത്തിലേക്ക് പ്രഭാവശാലിയാണ്. അപ്പം അതിനൊട്ടും വിഷമമൊന്നുമില്ല. ആന എന്ത് ചെയ്തു വെച്ചാൽ ഈ മുതലയുടെ പിടിവിട്ട് എടുക്കാനായിട്ട് നല്ലോണം കാല് പിടിച്ചു വലിച്ചു. അപ്പോൾ അത് അങ്ങോട്ട് കിട്ടി എന്നാ വിചാരിച്ചത്. വികൃഷ്യമാണം തരസാബലീയസ, വളരെ ഭാവത്തോട് കൂടിയിട്ട് പിടിച്ചു വലിച്ചിട്ടൊന്നും അത് പുറത്തേക്ക് വന്നില്ല. ശക്തി എടുത്ത് വലിച്ചിട്ടും പുറത്തേക്ക് കിട്ടിയില്ല. മുതലയുടെ വായയില പിടിച്ചു കിടക്കണതായ തൻ്റെ പാദം ഒരു വിധത്തിലും തനിക്ക് വീണ്ടെടുക്കാൻ സാധിക്കണില്ല എന്നൊരു സ്ഥിതി വന്നു. അപ്പം ഈ ഗജേന്ദ്രൻ്റെ ഈ ഒരു എത്രയോ കാലമായിട്ട് കാലേന ദീർഘേണ മഹാനുഭൂ അതുണ്ടായത്. എത്രയോ കാലം അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞു പോയി പിടിയും വലിയൊക്കെ ആയിട്ട്. അപ്പം അനവധി കാലം അവിടെ ഇരുന്ന് ഇവർ പിടിയും വലിയായിട്ട് ഇരിക്കുമ്പം കൂടെ വന്ന ഗജേന്ദ്രന്മാർ വേറെയുള്ള ആനകളൊക്കെ കൂടെ എന്ത് ചെയ്തു വെച്ചാൽ നമ്മൾക്കൊന്ന് പിടിച്ചു വലിച്ചു നോക്കുക, ചിലപ്പോൾ അത് തിരിച്ചു കിട്ടിയാലോ എന്ന് വിചാരിച്ച ആനക്കൂട്ടം ഈ ഗജേന്ദ്രൻ്റെ അദ്ദേഹത്തിനെ നല്ലോണം പിടിച്ചു വലിക്കാനായിട്ട് സഹായിച്ചു.
അങ്ങനെ എന്താ വെച്ചാൽ പിടിച്ചും വലിച്ചും കൊമ്പനാനകൾ കൂടി വലിച്ചു നോക്കി, എന്നിട്ടും കിട്ടിയില്ല. ഇപ്പൊ പിടിയാനോള് വിചാരിച്ചു എന്നാൽ നമുക്കൊന്ന് കൂടി വലിച്ചു നോക്കാം. അവരും കൂടി വലിച്ചു, എന്നിട്ട് കിട്ടിയില്ല. കുട്ടിയാനോളും കൂടി വലിച്ചു, എന്നിട്ടും കിട്ടിയില്ല. അങ്ങനെ കൊമ്പനാനോളും പിടിയാനോളും എല്ലാവരും കൂടി ചേർന്ന് വലിച്ചിട്ടും ഈ ഗജേന്ദ്രന്റെ പാദം, ഈ ആനയുടെ കാലുണ്ടല്ലോ, അത് ഈ മുതലയുടെ വായെന്ന് പിടിച്ചു വലിച്ച് പുറത്തേക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ കഷ്ടത്തിലായിട്ട് ഈ ആന ഇങ്ങനെ ഇത്തം ഗജേന്ദ്രോ സയത് അപസങ്കടം പ്രാണസ്യ ദേഹി വിവശോ യദൃച്ഛയാ. അപ്പൊ അതുണ്ടായത് എന്തൊക്കെ തരത്തിൽ പിടിച്ചു വലിച്ചിട്ടും അങ്ങനെ ഈ സങ്കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. അങ്ങനെ ഇവിടെ പെട്ട് കിടക്കണ ഈ ഗജേന്ദ്രൻ എന്താ വേണ്ടതെന്ന് നിശ്ചയില്ലാതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ കൊമ്പനാനോളും പിടിയാനോളും കുട്ടിയാനോളും കലശലായിട്ട് ഉത്സാഹിച്ച് നോക്കിയിട്ടും എന്ത് തരായില്ല, ഈ ആനയുടെ കാല് വീണ്ടെടുക്കാൻ പറ്റിയില്ല. കൊമ്പനാനോള് കുറെ നേരം ഇങ്ങനെ പണിയെടുത്തപ്പോൾ അവർ വിചാരിച്ച് എന്തായാലും ഇപ്പോൾ ഇത് ഇനി കിട്ടണ്ടാവില്ല, നമ്മൾ വെറുതെ അവിടെ ഇരുന്ന് പിടിയും വലിയൊക്കെ ആയിട്ട് കഴിച്ചു കൂട്ടി നേരം കളയേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് പോവാമെന്നും പറഞ്ഞ് കൊമ്പനാനോള് പോയി. കൊമ്പനാനോള് പോയപ്പോൾ പിടിയാനോളൊക്കെ തോന്നി ആണുങ്ങളൊക്കെ പോയിട്ട് നമ്മൾ പെണ്ണുങ്ങൾ ഇനി എന്ത് കൂട്ടിയാൽ കൂടെ നമുക്കും പോവും. അവരും പോയി. കുട്ടിയാനോളൊക്കെ പിന്നെ തലേനാളെ വൈകുന്നേരമേ പോയതാണ്. എല്ലാവരും പോയി. ഇപ്പം ആരൊറ്റയ്ക്കായി? ഗജേന്ദ്രനും ഈ മുതലി മാത്രമായി. ആപത്ത് വരുമ്പം വന്ന ആപത്തും ഉണ്ടാവും, നമ്മളും ഉണ്ടാവും, വേറെ ആരും ഉണ്ടാവില്ല. ഗജേന്ദ്രനും ഇപ്പം അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. അപ്പൊ ഈ ഗജേന്ദ്രന് മനസ്സിലായി, ഈ കണ്ട ആനകൾക്കോ പിടിയാനകൾക്കോ കൊമ്പനാനകൾക്കോ കുട്ടിയാനകൾക്കോ ഇനി വേറെ വല്ലവർക്കും അവർക്കൊന്നും എന്നെ രക്ഷിക്കാൻ സാധ്യമല്ല. എന്താ കാരണം? നമാം ഇമേ ജ്ഞാതയ ആതുരം ഗജാഹ കുതഃ കരിണ്യ പ്രഭവന്തി മോചിതം ഗ്രാഹേണ പാശേന വിധാതുരാവൃതോപി അഹം ച തം യാമി പരംപരായണം. അതുകൊണ്ട് ഇക്കണ്ട കൊമ്പനാനകൾക്കോ പിടിയാനകൾക്കോ ഒന്നും എന്നെ രക്ഷിക്കാൻ സാധ്യമല്ല. എന്നെ രക്ഷിക്കാൻ ആർക്കേ പറ്റുള്ളൂ? ഭഗവാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണോ? അഹം ച തം യാമി, ആ പരമപരായണ സ്വരൂപനായ ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുകയാണ്. ഭഗവാനെ എനിക്ക് ഇനി ആശ്രയമുള്ളൂ എന്ന് കണക്കാക്കിയിട്ട് ആ ഗജേന്ദ്രൻ ഭഗവാന്റെ തൃപാദത്തെ നല്ലോണം ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ട് മനസ്സിരുത്തിയിട്ട് ഏവം വ്യവസിതോ ബുദ്ധിയാ സമാധായ മനോഹൃതി ജജാപ പരമം ജാപ്യം പ്രാഗ്ജന്മനി അനുശിക്ഷിതം. പൂർവജന്മത്തിൽ താൻ എന്താണോ പഠിച്ച് ധരിച്ചുറപ്പിച്ച് തൻ്റെ ഉള്ളിൽ സംസ്കാരമായിട്ട് സൂക്ഷിച്ചു വെച്ചത്, ആ ഒരു പൂർവജന്മ സംസ്കാരവാസനയ്ക്കനുസരിച്ച് ഭഗവാന്റെ തൃപാദത്തെ ജജാപ നല്ലോണം ഭഗവാനെ ജപിച്ച് നന്നായിട്ട് തൊഴുത് തുമ്പിക്കൈ ആകാശത്തേക്ക് ഇങ്ങനെ പൊക്കി പിടിച്ച് ഭഗവാന്റെ നേരെ തൊഴുത് പിടിച്ചിട്ട് നന്നായിട്ട് ജജാപ ജപിച്ചു. ഭഗവാനെ നന്നായിട്ട് സ്തുതിച്ച് നമസ്കരിച്ചു. ഗജേന്ദ്രൻ ഭഗവാന്റെ തൃപാദം മാത്രമേ ഹൃദയത്തിലുള്ളൂ. അത് മാത്രം വലിയ വേറെ ചിന്തകളൊക്കെ ഒഴിച്ച് ഭഗവത് ഭാവത്തിൽ ഉറപ്പിച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ നിന്നിട്ട് തുമ്പി കൈ കൊണ്ട് തൊഴുത് നമസ്കരിക്കുന്നത്. ആന എന്തേ ചെയ്തു വെച്ചാൽ ഇതൊക്കെ പ്രാഗ്ജന്മനി അനുശിക്ഷിതം എന്നാ പറഞ്ഞത്. ഈ ജന്മത്തിൽ പഠിച്ചതൊന്നുമല്ല, പൂർവ്വജന്മത്തിൽ ധരിച്ചതാണ് ഈ വിധത്തിൽ ഇപ്പം പ്രയോഗിച്ചത്. അദ്ദേഹം നന്നായിട്ട് തൊഴുതിട്ട് ഭഗവാനോട് പറയുകയും ചെയ്തു, എന്ത്? ഓം നമോ, അതുണ്ടായത് ഓം നമോ ഭഗവതേ തസ്മൈ യത ഏതച്ചിദാത്മകം പുരുഷായാദിബീജായ പരേശായ അഭിധീമഹി. ആ പരമപുരുഷനായ ഭഗവാനെ ഞാൻ നല്ലോണം ഉള്ളിൽ ധ്യാനിച്ചുറപ്പിക്കുകയാണ്. എങ്ങനെയുള്ള ഭഗവാനെ? യസ്മിന്നിദം യതശ്ചേദം യേനേദം യ ഇദം സ്വയം യോസ്മാൽ പരസ്മാച്ച പരഃ തം പ്രപദ്യേ സ്വയംഭുവം. ഏതൊന്നിലാണോ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്, ഏതൊന്നുകൊണ്ടാണോ പ്രപഞ്ചം ഈ വിധത്തിൽ പ്രകാശിക്കുന്നത്, ഏതൊന്നിൽ നിന്നാണോ പ്രപഞ്ചം ഉണ്ടായത്, ഏതൊന്നിലാണോ ചെന്നു ചേരുന്നത്, അങ്ങനെ പരമായതിൽ നിന്നും അപരമായതിൽ നിന്നും ഭിന്നമായിട്ടിരിക്കുന്ന ഭഗവാന്റെ പ്രഭാവത്തെ നമസ്കരിക്കുകയാണ്. എങ്ങനെ? തസ്മൈ നമഃ പരേശായ ബ്രഹ്മണേ അനന്തശക്തയേ അരൂപായ ഗുരുരൂപായ നമ ആശ്ചര്യകർമ്മണേ. ഭഗവാന് രൂപമുണ്ടോ എന്ന് ചോദിച്ചാൽ രൂപമില്ല. നീക്കണ്ട രൂപമൊക്കെ ആരുടെയെന്ന് ചോദിച്ചാൽ അത് ഭഗവാന്റെ ആണ് താനും. അങ്ങനെ നോക്കുമ്പം ആശ്ചര്യസ്വരൂപനാണ് അങ്ങ്. അതുകൊണ്ട് അങ്ങേ ഞാൻ നമസ്കരിക്കുകയാണ്. സാധാരണക്കാരായ നമ്മൾക്കൊന്നും ഭഗവാന്റെ ഭാവത്തെ ആ വിധത്തിലൊന്നും കണ്ടറിയാൻ സാധിക്കില്ല. എങ്ങനെയുള്ളതാണ് അങ്ങയുടെ പ്രത്യേകത? നമ ആത്മപ്രദീപായ സാക്ഷിണേ പരമാത്മനെ നമോ ഗിരാം വിദൂരായ മനസശ്ചേതസാമപി. ഇന്ദ്രിയങ്ങൾക്കോ മനസ്സോ ബുദ്ധിക്കോ ചെന്നെത്തിപ്പെട്ട് ഇതാണ് ഭഗവാന്റെ സമ്പ്രദായം എന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അത് ധരിച്ചുറപ്പിക്കാനൊന്നും ഇന്ദ്രിയങ്ങൾക്കും സാധ്യമല്ല, മനസ്സിനും സാധ്യമല്ല.
അതുകൊണ്ട് ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് അപ്പുറത്തിരിക്കുന്നതായ വേദത്തിൽ പറഞ്ഞ മാതിരി യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ, വാക്ക് മനസ്സിൻ്റെ കൂടെ അവിടെ എത്തിപ്പെടാതെ തിരിച്ചു പോരുകയാണ് എന്ന് പറഞ്ഞില്ലേ, ആ ഭഗവാനെ എന്താ നമസ്കരിക്കുകയാണ്. എങ്ങനെ? സത്വേന പ്രതിലഭ്യായ നൈഷ്കർമ്മ്യേണ വിപശ്ചിത നമ കൈവല്യനാഥായ നിർവാണ സുഖസംവിദേ. സത്വസ്വരൂപനായ അങ്ങേ, കൈവല്യസ്വരൂപനായ മോക്ഷസ്വരൂപനായ ഭഗവാനെ, നിർവാണ സ്വരൂപനാണ്. ആ മോക്ഷസുഖത്തിൻ്റെ പ്രാപ്തിയിൽ അനുഭവിച്ചറിയുക എന്നല്ലാതെ കണ്ടും തൊട്ടൊന്നും അറിയാൻ അങ്ങേ സാധ്യമല്ല. അങ്ങേ കാണുമ്പോൾ ചിലപ്പം തോന്നും നമശാന്തായ ഘോരായ മൂഢായ ഗുണധർമ്മിണേ നിർവിശേഷായ സാമ്യായ നമോ ജ്ഞാനഘനായ ച. ചിലപ്പം തോന്നും ശാന്തനാണ്, ചിലപ്പം തോന്നും ഘോരനാണ്, ചിലപ്പം തോന്നും മൂഢനാണ് എന്നൊക്കെ തോന്നും. എന്നാലോ അങ്ങയെ സംബന്ധിച്ച് പറയുകച്ചാൽ ഈ ത്രിഗുണധർമ്മങ്ങളൊന്നും അങ്ങയെ ബാധിക്കണതല്ല. അങ്ങ് നിർവിശേഷനാണ്, ഒരു വിശേഷവും അങ്ങയ്ക്ക് ചേരില്ല. അങ്ങ് എല്ലാ ദിക്കിലും സമനാണ്, ജ്ഞാനസ്വരൂപനാണ്. ഞാൻ നമസ്കരിക്കണോ? മാത്രമല്ല സകല ചരാചരങ്ങളുടെയും അകത്ത് ക്ഷേത്രസ്വരൂപനായിട്ട് ക്ഷേത്രജ്ഞനായിട്ട് ഇരുന്ന് അങ്ങ് എന്തു ചെയ്യണോ? ലോകത്തെ അനുഗ്രഹിക്കണോ. ഏതുപോലെ? ക്ഷേത്രജ്ഞായ നമസ്തുഭ്യം സർവാധ്യക്ഷായ സാക്ഷിണേ പുരുഷായ ആത്മമൂലായ മൂലപ്രകൃതയേ നമഃ. ആ പ്രത്യേകാത്മസ്വരൂപനായിട്ടിരുന്ന് എല്ലാറ്റിനും സാക്ഷിയായിട്ട് സാക്ഷിഭാവേണ പ്രകാശിച്ച് പരമപുരുഷനായി മൂലപ്രകൃതിക്ക് ആധാരസ്വരൂപനായിട്ട് ചൈതന്യ പ്രഭാവശാലിയായിട്ടിരിക്കണേ ഭഗവാന്റെ പ്രത്യേകത. എങ്ങനെ? ഇന്ദ്രിയങ്ങൾക്കുണ്ടോ അങ്ങേ കാണാൻ സാധിക്കണോ? ഇല്ല. എന്തേ കാരണം? സർവേന്ദ്രിയ ഗുണദ്രഷ്ടേ സർവപ്രത്യയ ഹേതവേ അസദാച്ഛായയോ കഥായ സദാ ഭാസായതേ നമഃ. ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ ഭഗവാന്റെ പ്രഭാവം വേണം. എന്നാൽ ഭഗവാന്റെ പ്രഭാവം കൊണ്ട് പ്രവർത്തിക്കുന്ന ഇന്ദ്രിയങ്ങളൊക്കെ ഭഗവാനെ കാണാനും സാധിക്കുമോ, അറിയാനും സാധിക്കുമോ? ഇല്ല താനും. അങ്ങനെയുള്ളതായ പ്രകാശസ്വരൂപനായ സദാ ഭാസായിട്ടിരിക്കുന്നതായ ഭഗവാനെ നമസ്കരിക്കുകയാണ്. അങ്ങയുടെ മഹിമ. നമോ നമസ്തേഖിലകാരണായ നിഷ്കാരണായ അദ്ഭുതകാരണായ സർവാഗമാംനായ മഹാർണവായ നമോപവർഗായ പരായണായ. പരമപരായണ സ്വരൂപനായ ഭഗവാനെ നമസ്കരിക്കുക, അല്ലാതെ പിന്നെ എന്തേ ചെയ്യണ്ടോ? എന്തിനെ ഇപ്പം ഗജേന്ദ്രൻ ഭഗവാന്റെ തൃപ്പാദത്തെ ഇങ്ങനെ തൊഴുത് ഭജിച്ച് നമസ്കരിച്ച് ഉറപ്പിക്കുന്നത് ഇപ്പം എന്തിനാണെന്നപ്പം സംശയം ഉണ്ടാവും. ചിലപ്പം തോന്നും ഇപ്പം ഈ ആനയുടെ കാല് മുതലയുടെ വായയിൽ പെട്ട് കഷ്ടത്തിലായി ജീവിതം വഴിമുട്ടി, അതുകൊണ്ട് ആ ജീവിതം മുട്ടിയത് നേരെയാക്കിയിട്ട് വീണ്ടും സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള വഴി ഉണ്ടാക്കി തരണേ എന്ന് നിരീക്ഷിച്ചിട്ടാണ് ഇപ്പം ഗജേന്ദ്രൻ പുറപ്പെട്ടതെന്നൊക്കെ തോന്നും. അങ്ങനെയൊന്നുമല്ല പുറപ്പെട്ടത്. എന്തിനെപ്പം ഞാൻ വന്നത്? പറയും ജിജീവിഷേ നാഹമിഹാമുയാകിം അന്തർബഹിശ്ചാവൃതയേ ഭയോന്യ ഇച്ഛാമി കാലേന യസ്യ വിപ്ലവസ്തസ്യാത്മലോകാവരണസ്യ മോക്ഷം. അതേ വേണ്ടു. എൻ്റെ ഈ കാല് മാത്രമേ ഇപ്പം മുതലയുടെ വായയിൽ പെട്ടിട്ടുള്ളൂ. പക്ഷേ ഭഗവാനെ, ഞാൻ മുഴുവനായിട്ട് ഈ ആനയുടെ ദേഹത്തിൽ പെട്ടുപോയി. അതുകൊണ്ട് എന്നെ ഈ ദേഹ ബന്ധനത്തിൽ നിന്നും അങ്ങ് ലോക ബന്ധനത്തിൽ നിന്നും അങ്ങ് രക്ഷിച്ച് വൈകുണ്ഠ ഭാവത്തിലേക്ക് കൊണ്ടുപോണേ. അതിനാണ് ഞാൻ പുറപ്പെട്ടത്. അല്ലാതെ കാലങ്ങടെ വേണ്ടെടുത്ത് കൊണ്ടുപോയി സുഖമായിട്ട് കുടുംബത്ത് പോയി സന്തോഷമായിട്ട് ജീവിക്കാൻ മോഹിച്ചിട്ടൊന്നുമില്ല. അങ്ങേക്കേ അത് പറ്റുള്ളൂ. അങ്ങാണ് അതിന് സമർത്ഥൻ. എന്തേത്? സോഹം വിശ്വസൃജം വിശ്വം അവിശ്വം വിശ്വവേദസം വിശ്വാത്മാനമജം ബ്രഹ്മ പ്രണതോസ്മി പരം പദം യോഗരന്ധിതകർമാണോ ഹൃദി യോഗവിഭാവിതേ യോഗിനോയം പ്രപശ്യന്തി യോഗേശം തം നമാമ്യഹം. അങ്ങനെ നമസ്കരിക്കുകയുള്ളൂ. എന്താ കാരണം? അങ്ങ് വിശ്വനാഥനാണ്. ഈ ലോകത്തെ അങ്ങാണ് സൃഷ്ടിച്ച് രക്ഷിച്ച് പരിപാലിച്ച് കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് യോഗീശ്വരന്മാരായ മഹാത്മാക്കൾ ആ യോഗസിദ്ധിയുടെ മഹിമയിലിരുന്ന് ധ്യാനയോഗത്തിൻ്റെ പ്രഭാവത്തിലിരുന്നിട്ട് യോഗിനോയം പ്രപശ്യന്തി യോഗേശം തം നതോസ്മ്യഹം. ആ യോഗീശ്വരന്മാരെ ഹഠയോഗാദി യോഗസാധന കൊണ്ട് ഹൃദയത്തിൽ സാക്ഷാത്കരിച്ചറിയാനായിട്ട് ഉത്സാഹിച്ച് കഷ്ടപ്പെടുന്നതായ
ആ ഭഗവാന്റെ മഹിമയെ ഞാൻ എന്താ ഹൃദയത്തിൽ സദാ കണ്ട് തൊഴുത് നമസ്കരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങോട്ട് എനിക്കൊരു പ്രാർത്ഥനയുണ്ട്. എന്ത്? നമോ നമസ്തുഭ്യമസഹ്യവേഗശക്തിത്രയായ അഖിലധീഗുണായ പ്രപന്നപാലായ ദുരന്തശക്തയേ കതിന്ദ്രിയാണാം അനവാപ്യവർത്മനെ. നമോ നമസ്തുഭ്യമസഹ്യവേഗശക്തിത്രയായ അഖിലധീഗുണായ. അങ്ങക്ക് എന്തൊരു വേഗതയാണ്! ഭക്തന്മാരായ മഹാത്മാക്കള് അങ്ങേ ഇങ്ങനെ ഈ വിധത്തിൽ തൊഴുത് ചൊല്ലി വിളിച്ച് നമസ്കരിക്കുമ്പം എന്തൊരു വേഗതയിലാണ് പ്രപന്നപാലനായ അങ്ങ്, ശരണാഗത വത്സനായ അങ്ങ് വന്ന് അനുഗ്രഹിക്കുന്നത്. എത്ര കാലമായിട്ട് ഈ ഗജേന്ദ്രൻ ഞാൻ ഈ തടാകത്തിൽ ഇരുന്നിട്ട് അങ്ങേ പ്രാർത്ഥിച്ച് ഭജിച്ച് നമസ്കരിച്ച് തൊഴണോ, എന്തേ അങ്ങ് എൻ്റെ മുമ്പിലേക്ക് പുറപ്പെടാത്തത് എന്ന ഭാവത്തിൽ ആ ഗജേന്ദ്രൻ കരഞ്ഞു തൊഴുത് നമസ്കരിച്ചിട്ട് നായം വേദ, മനസ്സിലാവില്ല ആർക്കും, എന്ത്? നായം വേദസ്വമാത്മാനം യച്ഛക്ത്യാഹം ധിയാഹതം തം ദുരത്യയമാഹാത്മ്യം ഭഗവന്തമിതോസ്മ്യഹം. ആ ദുരത്യയ മഹാത്മ്യസ്വരൂപനായ ഭഗവാനെ നോക്കൂ, കണ്ടാലും കേട്ടാലും തൊട്ടാലും ഒന്നും അറിയാൻ പറ്റില്ല. എന്താ കാരണം? അങ്ങയുടെ ആ മായാശക്തി പ്രഭാവത്തിൽ സ്വയം മറിഞ്ഞ് അനന്തശക്തി സ്വരൂപനായിട്ടിരിക്കണം അങ്ങയെ എങ്ങനെ ഞാൻ കണ്ട് മനസ്സിലാക്കണ്ടോ? ഈ വിധത്തില് ആ ഗജേന്ദ്രൻ ഭഗവാന്റെ തൃപ്പാദം തന്നെ ധ്യാനിച്ചുറപ്പിച്ച് തൊഴുത് നമസ്കരിച്ച് അങ്ങനെ ഏകാഗ്രമായ ബുദ്ധിയോടുകൂടി ഭഗവാനെ അല്ലാതെ കണ്ട് വേറെ ഒന്നും ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിക്കാതെ കണ്ട് ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ച് മനസ്സിനെയും ബുദ്ധിയെയും നിഗ്രഹിച്ച് പ്രാണനെ നിഗ്രഹിച്ച് ഭഗവാങ്കൽക്ക് ഏകീകരിച്ച ധ്യാനസ്വരൂപത്തെ മാത്രം ഉറപ്പിച്ച ആ ഗജേന്ദ്രന്റെ മുമ്പിലേക്ക് ഭഗവാൻ എന്ത് ചെയ്തു? ഇനി വയ്യ എന്ന് കണക്കാക്കിയിട്ട് ഏവം ഗജേന്ദ്രമുപവർണിത നിർവിശേഷം ബ്രഹ്മാദയോ വിവിധലിംഗഭിദാഭിമാനാഃ നൈതേയതോപസസ്രപുർനിഖിലാത്മകത്വാൽ തത്രാഖിലാമരമയോ ഹരിരാവിരാസീൽ. ആ ഗജേന്ദ്രന്റെ മുമ്പിലേക്ക് ഗരുഡാരൂഢനായ ഭഗവാൻ, ആ ഗരുഡന്റെ പുറത്ത് കയറിയിട്ട് പുറപ്പെട്ട ഭഗവാൻ നേരെ അങ്ങോട്ട് ചെന്നോ, മുമ്പിലേക്ക് അങ്ങോട്ട് ചെന്നോ. മുമ്പിൽ ഭഗവാൻ ഇങ്ങനെ ഇങ്ങോട്ട് ചെന്ന് ആ ന്യസ്താംഘ്രിപത്മ പദകേന്ദ്രപൃഷ്ഠേ, ആ ഗജേന്ദ്രന്റെ പുറത്ത് തൻ്റെ തൃപ്പാദം ചാർത്തി നിൽക്കണതായ ഭഗവാനെ ദൂരേന്ന് ഇങ്ങനെ ആ ഗജേന്ദ്രൻ കണ്ടപ്പം എന്തപ്പോൾ വേണ്ടത്? ഭഗവാൻ തൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണോ? എങ്ങനെയൊന്ന് തൊഴുക, എങ്ങനെയപ്പോൾ ഒന്ന് നമസ്കരിക്കുക? തനിക്ക് തരാവില്ലല്ലോ. ഈ വിധത്തിൽ തൻ്റെ കയ്യിൽ എന്തുണ്ടോന്ന് ഭഗവാന്റെ പാദത്തിൽ വെച്ച് തൊഴുത് നമസ്കരിക്കാൻ ആലോചിച്ചിട്ട് ഗജേന്ദ്രൻ ഇങ്ങനെ വിഷമിച്ച് പരിഭ്രമിച്ചിരിക്കുമ്പോഴാണ് ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴല്ലേ കണ്ടത്, എത്രയോ കാലമായിട്ട് ഈ തടാകത്തിൽ ഈ മുതലയുടെ പിടിയിൽപ്പെട്ട പിടിയും വലിയായിട്ട് ആ ഗ്രാഹഗ്രസ്തനായ താൻ ഇങ്ങനെ കഴിച്ചു കൂട്ടണോ. ആ കാലത്തിൻ്റെ ഇടയ്ക്ക് എന്തെന്തെല്ലാം മാറ്റങ്ങളാണ് അപ്പം ഇവിടെ ഉണ്ടായത്, പലജാതി മാറ്റങ്ങൾ. അതിങ്ങനെ കണക്കാക്കിയിട്ട് എന്തേ ചെയ്തു വെച്ചാൽ ഈ ഗജേന്ദ്രൻ ചുറ്റും നോക്കിയപ്പം തടാകത്തിൽ നിറയെ താമരപ്പൂക്കൾ ഇങ്ങനെ നിറഞ്ഞ് പടർന്ന് പിടിച്ച് കിടക്കണോ. ആ താമരപ്പൂക്കളെ തൻ്റെ തുമ്പിക്കൈ കൊണ്ട് ഇങ്ങോട്ട് നീട്ടി ഇങ്ങോട്ട് ചുറ്റി ഇങ്ങോട്ട് പിടിച്ച് തണ്ടോടുകൂടി പൊട്ടിച്ചിട്ട് ആ തുമ്പിക്കൈ കൊണ്ട് ഇങ്ങോട്ട് എടുത്ത് പൊക്കി ഭഗവാന്റെ തൃപ്പാദം നോക്കി തൊഴുത് തൻ്റെ മുമ്പിലേക്ക് വന്ന് നിൽക്കണ ഗരുഡാരൂഢനായ ഭഗവാനെ ഉറപ്പിച്ചിട്ട് ആ പൂക്കള് സോന്ദസരസ്യുരുബലേന ഗൃഹീത ആർത്തോ ദൃഷ്ട്വാ ഗരുത്മതിഹരിം ഉപാത്തചക്രം ഉൽക്ഷിപ്യ സാംബുജകരം ഗിരമാഹകൃച്ഛ്രാൽ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ആ ഗജേന്ദ്രൻ ആ പൂക്കള് ഭഗവാന്റെ പാദത്തിലേക്ക് അങ്ങോട്ട് സമർപ്പിച്ചിട്ട് അങ്ങോട്ട് നമസ്കരിച്ചു. ഭഗവാന്റെ പാദത്തിലേക്ക് ഈ പൂക്കള് വെച്ച് തൊഴുത് നമസ്കരിച്ച് ഗജേന്ദ്രൻ ഇങ്ങോട്ട് പുറപ്പെട്ടപ്പോഴാണ് ഭഗവാൻ ആ ഗരുഡന്റെ പുറത്തുനിന്ന് നേരെ ഇങ്ങോട്ട് ചാടിയിട്ട് ആ ഗജേന്ദ്രന്റെ തുമ്പിക്കൈ ഏതൊരു കൈ കൊണ്ടാണോ തൻ്റെ പാദത്തിലേക്ക് ഈ പൂക്കള് സമർപ്പിച്ചത് ആ കയ്യെ ഭഗവാൻ ഇങ്ങോട്ട് പിടിച്ചു. തൃക്കൈ കൊണ്ട് ആ തുമ്പിക്കൈ ഇങ്ങോട്ട് പിടിച്ചിട്ട് ഗജേന്ദ്രൻ ഇങ്ങോട്ട് വലിച്ചു. ആ ഭഗവാന്റെ വലിയോട് കൂടിയിട്ട് ഗജേന്ദ്രൻ തൻ്റെ കാലിൻ്റെയും മുകളിൽ പിടിച്ച മുതലയോട് കൂടിയിട്ട് ഈ തടാകത്തിന്റെ പുറത്തേക്ക് ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് പോകുന്നേ. ഭഗവാൻ എന്ത് ചെയ്തു? തൻ്റെ ആ ചക്രായുധം ഇങ്ങോട്ട് സ്മരിച്ചു.
മുതലയുടെ നേരെ അങ്ങോട്ട് അയച്ചു. മുതലയാണെങ്കിൽ ഈ ചക്രായുധ സ്പരിശം ഉണ്ടായപ്പം മുതലയുടെ രൂപം കളഞ്ഞിട്ട് വിശിഷ്ടമായ ഒരു രൂപം ധരിച്ചിട്ട് ഭഗവാന്റെ മുമ്പിൽ വന്ന് തൊഴുതു. ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, ഞാൻ ഹൂഹു എന്ന് പേരായ ഗന്ധർവനായിരുന്നു. അങ്ങനെ ഇരിക്കണ കാലത്ത് ഒരു മഹർഷിയുടെ ശാപം കൊണ്ട് മുതലയായിട്ട് ഈ തടാകത്തിൽ ഇങ്ങനെ കഴിയേണ്ടായത്. അങ്ങനെ ഈ തടാകത്തിൽ കഴിയുമ്പോഴാണ് ഈ ഗജേന്ദ്രന്റെ കാലുമ്പിൽ പിടിച്ചത്. അപ്പം അങ്ങയുടെ കൈയോണ്ട് എനിക്ക് സിദ്ധി ഉണ്ടായി. തൊഴുതു, നമസ്കരിച്ചു. മുതല എന്ത് ചെയ്തു? പോവും ചെയ്തു. മുതല സിദ്ധി ഭഗവാന്റെ കൈകൊണ്ട് അനുഗ്രഹം വാങ്ങി ശാപമോക്ഷം തീർന്ന് മുതല സന്തോഷമായിട്ട് പോയി. ഭഗവാൻ എന്തേ ചെയ്തത്? ഗജേന്ദ്രോ ഭഗവൽ സ്പരിശാൽ വിമുക്തോ ജ്ഞാനബന്ധനാത് പ്രാപ്തോ ഭഗവതോ രൂപം പീതവാസാശ്ചതുർഭുജ. അതേ പണ്ടായത് ഗജേന്ദ്രോ, ഈ ഗജേന്ദ്രൻ ഭഗവൽ സ്പരിശാൽ, ഭഗവാന്റെ ആ സ്പരിശം കൊണ്ട്, ഭഗവാൻ തൊട്ടപ്പോഴേക്ക് തന്നെ എന്തേണ്ടായത്? അതിൻ്റെ ആ ഒരു മഹിമ കണ്ട് അജ്ഞാനബന്ധനാൽ വിമുക്തത, അജ്ഞാനക്കെട്ടൊക്കെ പൊട്ടിയൊക്കെ അങ്ങോട്ട് തീർന്ന് നേരെയായിട്ട് പ്രാപ്തോ ഭഗവതോ രൂപം, ഭഗവാന്റെ ആ മഹിമ, ശംഖചക്രഗദാപത്മഭാവമായ ഭഗവാന്റെ ആ ചതുർബാഹു സ്വരൂപത്തെ ധരിച്ചിട്ട് എന്തേണ്ടായത്? പീതവാസാശ്ചതുർഭുജ. അങ്ങനെ ഭഗവാൻ ആ ഗജേന്ദ്രന് സാരൂപ്യ മുക്തി കൊടുത്ത് അനുഗ്രഹിച്ചു എന്ന് പറയും. മുക്തി പറയുമ്പം പല സമ്പ്രദായത്തിൽ പറയും. 1 സാലോക്യം, 2 സാരൂപ്യം, 3 സായുജ്യം എന്നാണ്. ഇങ്ങനെ 3 തരത്തിൽ മുക്തിയില്ല. അതിൽ സാരൂപ്യ മുക്തി കൊടുത്ത് ഈ ഗജേന്ദ്രനെ അനുഗ്രഹിച്ചു. ഇതപ്പുണ്ടായത്. ഇവിടെ ഇന്ന് ചിന്തിച്ചു നോക്കൂ, ഈ ഗജേന്ദ്രൻ ഇത്രയും കാലം ഭഗവാനെ കലശലായിട്ട് തൊഴുത് നമസ്കരിച്ച് ഭജിച്ച് കലശലായിട്ട് ഭജിച്ച് വിളിച്ചു വരുത്തി ഗജേന്ദ്രനാണ് ഭഗവാനെ തൊഴുത് നമസ്കരിച്ച് വിളിച്ചു വരുത്തിയത് വെച്ചാലും ആദ്യം മോക്ഷം കിട്ടിയത് ആർക്കാ? മുതലയ്ക്കാ. ശ്രദ്ധിച്ചില്ലേ? ഇത് മുതല വായ തുറന്നതുമില്ല, ഒരക്ഷരം മിണ്ടിയതുമില്ല, തൊഴുതതുമില്ല. ശരിയല്ലേ? ഇത് മുതല വായ തുറന്നു വെച്ചാൽ ആനയുടെ പിടുത്തം വിട്ടു പോവില്ലേ? അതുകൊണ്ട് അത് വായ തുറന്നില്ല. പിടുത്തം ആര് വിടാണ്ട പിടിച്ചു? മുതല പിടിച്ചു. പിടിച്ച കാരണം കൊണ്ട് ആർക്ക് മോക്ഷം കിട്ടി? മുതലയ്ക്ക് കിട്ടി. പറഞ്ഞതിന്റെ കാരണം എന്താണെന്നറിയൂ? ഈ മുതല ഭഗവാനെ ഭജിച്ചില്ല വെച്ചാലും ഗജേന്ദ്രന്റെ കാലമ്പിൽ പിടിച്ചതുകൊണ്ടാണ് ഈ കിട്ടിയത്. പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നാണെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ഇന്നലെ ഈ ഗജേന്ദ്രന്റെ കഥ പറയുമ്പോൾ പറയാമെന്നും പറഞ്ഞ് നിർത്തിയൊരു സാധനമുണ്ട്. അതായത് ഈ വൃത്രാസുരൻ സ്തുതിച്ച സമയത്ത് വൃത്രാസുരൻ ഇന്നലെ എന്താ പറഞ്ഞത്? ഭഗവാനോട് പറഞ്ഞത്, അഹം ഹരേ തവ പാദൈകമൂലദാസാനുദാസോ ഭവിതാസ്മി ഭൂയ. ഭഗവാന്റെ തൃപ്പാദദാസന്റെ ദാസനാവണേ എന്നാ പറഞ്ഞത്. അപ്പോളേ നമ്മൾ ചോദിച്ചു, എന്താ അങ്ങനെ പറഞ്ഞത്? ഭഗവാന്റെ ദാസനാവണേ എന്ന് നേരിട്ട് പറയല്ലേ വേണ്ടത്? അത് പറഞ്ഞില്ല. പിന്നെ എന്താ പറഞ്ഞത്? ഭഗവാന്റെ ദാസന്റെ ദാസൻ. നോക്കൂ, ഇവിടെ ഇപ്പം എന്താ ഉണ്ടായത്? ഈ മുതല എന്തേ? ഇപ്പം ഭഗവാനെ നല്ലോണം ഭജിച്ചുറപ്പിച്ച് ഉള്ളിൽ പ്രകാശിപ്പിച്ച ആളാണ് ആന. ഭഗവാന്റെ വലിയ ഭക്തന. ആ മുതല പോയിട്ട് പിടിച്ചത് എവിടെയാ? ഈ ആനയുടെ കാലിൻ്റെ മുള്ള. അതുകൊണ്ട് ആർക്ക് കാര്യം തരായി കിട്ടി? മുതലയ്ക്ക് ഭഗവാനെ നേരെ ആശ്രയിക്കാൻ പ്രാപ്തി ഇല്ല മുതലയ്ക്ക്. അതുകൊണ്ടാണ് ഭഗവാനെ ആശ്രയിച്ച ഭക്തനായ ഈ ഗജേന്ദ്രനെ ആശ്രയിച്ചത്. അപ്പം നമ്മൾക്കിപ്പം ഭഗവാനെ നേരിട്ട് ചെന്ന് ആശ്രയിക്കാൻ പ്രാപ്തിയും കഥയും വലിയ വിവരവും ബോധമൊന്നും ഇല്ല വെച്ചാൽ പേടിക്കൊന്നും വേണ്ട. എന്ത് ചെയ്യണം? ഭഗവാനെ ആശ്രയിച്ച മഹാത്മാക്കളിൽ അവരെ ചെന്ന് ആശ്രയിച്ചാൽ ആ മഹിമ നമ്മൾക്കും എന്തായിട്ട് വരും? മഹിമയായിട്ട് വരും. അപ്പം കറണ്ടിൻ്റെ കമ്പി കുറച്ച് ഉയരത്തിൽ കൂടി പറഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് നീളം ഉയരമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനൊന്നും എത്തിപ്പിടിക്കാൻ പറ്റില്ല. അപ്പോഴാണ് വടക്കേലെ കോയിന്നുംകുട്ടി സ്റ്റൂളിട്ട് കയറി എന്ത് പിടിച്ചു? കമ്പി പിടിച്ചു. നമ്മൾ എന്ത് ചെയ്താൽ മതി? കോയിന്നുംകുട്ടിയുടെ കാല് പിടിച്ചാലും നമ്മുടെ കാര്യം നേരെയായി കിട്ടും. ശരിയല്ലേ? കറണ്ടായതുകൊണ്ട് രസാവില്ല എന്നേ ഉള്ളൂ. അപ്പം നേരെ പിടിക്കാൻ പറ്റിയില്ല വെച്ചാലും പിടിച്ചവനെ പിടിച്ചാലും കറണ്ട് പിടിക്കുന്ന പറഞ്ഞ മാതിരി ഭഗവാനെ നേരെ പിടിക്കാൻ പറ്റിയില്ല വെച്ചാലും ഭഗവാനെ പിടിച്ചാലും നമുക്ക് ആ മഹിമയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, സജ്ജന സംസർഗം കൊണ്ട് ഉണ്ടാവും പോലെ നന്മ വേറെ ഒന്നുകൊണ്ടും ഉണ്ടാവില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയണില്ല. അതെന്താണ് കാരണം? പണ്ട് പറഞ്ഞില്ലേ, മിത്രങ്ങൾ നമുക്കെത്ര ശിവ ശിവ വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ. അതാ ഭഗവാന്റെ ഭക്തന്മാരെ ആശ്രയിച്ചാൽ
ഭക്തി ഇല്ലാത്തവർക്കും അതുണ്ടാവും. നമ്മളിപ്പോൾ ഈ ഭക്തി ഉള്ളവരെ ആശ്രയിക്കുക നല്ലത്. എന്നാൽ നമുക്കത് കുറേശ്ശെ പണ്ട് ഈ വടക്കേലെ നാരായണൻ നായർ, അദ്ദേഹം ഈ ഈശ്വര വിചാരമൊന്നും ഇല്ലാത്ത ആൾ, അമ്പലത്തേക്കൊന്നും പോകില്ല. അദ്ദേഹം പഴയ പട്ടാളക്കാരനാണ്. അപ്പോൾ രാവിലെ ഇങ്ങനെ നടക്കാനിറങ്ങും, 5 മണിക്ക് നടത്താനുണ്ട്, ഇങ്ങനെ അങ്ങാടി റോഡുമ്മ കൂടി ഇങ്ങനെ നടക്കുക. അപ്പോഴാണ് തെക്കേലെ അപ്പുട്ടൻ നായർ അമ്പല കമ്മിറ്റിയിലാണല്ലോ അദ്ദേഹം. അദ്ദേഹം രാവിലെ പൂവും മാലയൊക്കെ ആയിട്ട് അവിടേക്ക് വരും, അമ്പലത്തേക്ക് 5 മണിക്ക് വരും. അങ്ങനെ നാരായണൻ നായരും അപ്പുട്ടൻ നായരും കൂടിയാണ് എന്ത് ചെയ്യുക, നടക്കുക. അങ്ങനെ വർത്തമാനം പറഞ്ഞു വലിയ ലോഹിയ രണ്ടാളും കൂടി. അപ്പുട്ടൻ നായർ ഇടയ്ക്ക് പറയും, നാരായണൻ നായർ വന്ന് അമ്പലത്തേക്ക്, ഞാൻ പതിവില്ല. അങ്ങനെ ഇവർ തമ്മിൽ വലിയ സൗഹൃദമായി, അങ്ങോട്ട് വലിയ എന്താ പറയുക, ബന്ധങ്ങൾ അങ്ങോട്ട് വർദ്ധിച്ച്. ഒരു ദിവസം നമ്മുടെ നാരായണൻ നായർ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ അപ്പുട്ടൻ നായരുടെ കൂടെ വന്ന് അറിയാതെ ഇവിടെ എത്തിപ്പോയി, അമ്പലത്തിലെത്തിപ്പോയി. അപ്പൊ അപ്പുട്ടൻ നായർ പറഞ്ഞു, സാറില്ലേ. അപ്പൊ ഞാൻ അമ്പലത്തേക്ക് കയറില്ല. അവിടെ അതെന്താ നാരായണൻ നായരെ കയറാത്തത്? ഞാൻ കുളിച്ചിട്ടില്ല എന്നും പറഞ്ഞു. എന്നാൽ ഇനി നാളെ നടക്കാൻ വരുമ്പോൾ കുളിച്ച് പോന്നോളൂ എന്നും പറഞ്ഞു. പിറ്റേന്നാളെ നാരായണൻ നായർ കുളിച്ചിട്ടാ നടക്കാൻ വന്നു. ട്രൗസർ മാറ്റി മുണ്ടാക്കി, ട്രൗസർ ഇട്ടിട്ടായിരുന്നു പണ്ട്, അതൊക്കെ മാറ്റി മുണ്ടാക്കി. അങ്ങനെ അപ്പുട്ടൻ നായരുടെ കൂടെ നടന്ന് നാരായണൻ നായർ ഇപ്പം അമ്പലത്തിലെത്തി. വെറുതെ അങ്ങാടി കൂടെ നടക്കേണ്ട, ചിലപ്പോൾ നായോളൊക്കെ ഉണ്ടാവും, കടിക്കും. ഇവിടെ ഇങ്ങനെ വട്ടത്തിൽ നടന്നോളൂ, നായ കടിക്കില്ല, മതിലിൻ്റെ ഉള്ളിലല്ലേ എന്നും പറഞ്ഞു. ഇവിടെ മതിലിൻ്റെ ഉള്ളിലെ അങ്ങനെ ഇപ്പം നാരായണൻ നായർ അമ്പലത്തിലാണ് അപ്പോൾ വട്ടം നടക്കുന്നത്. ഇപ്പൊ പറഞ്ഞാൽ വെച്ചാൽ ഒന്നും പറയേണ്ട, നേരം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ നാരായണൻ നായരാണ് പ്രസിഡന്റ്. എന്തിന്റെ അപ്പുട്ടൻ നായർ വയ്യാണ്ടേ കിടപ്പായി, പിന്നെ അദ്ദേഹം മരിച്ചുപോയി. ഇപ്പൊ പ്രസിഡന്റ് ആരാണ്? എന്തേ കാരണം? അതാണ് പറഞ്ഞതേ. അപ്പുട്ടൻ നായർ പാവ എന്നും തൊഴിലാളിയൊരു വലിയ ഭക്തനാണ്. അദ്ദേഹത്തിന്റെ കൂടെ മിണ്ടിയും പറഞ്ഞ് നടന്ന അത്രയേ ഉള്ളൂ. അങ്ങനെ നടന്നു തന്ന ആരെവിടെ എത്തി? ഇദ്ദേഹം ഉണ്ടായിരുന്നില്ല. മറ്റേ എളുപ്പമുള്ള റോഡിൽ കൂടി കടിക്കണ നായയുടെ നടുക്ക് കൂടി നടന്ന് ട്രൗസറൊക്കെ കീറിയിട്ടുണ്ടാവും, നായ കടിച്ചിട്ട് കണ്ടിട്ടില്ലേ? അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം സംസർഗം നമ്മൾ നന്നാക്കിയാൽ നമ്മൾ അറിയാതെ നമ്മൾ നന്നായി പോകുന്ന പറഞ്ഞത്. ഇവിടെ ഗജേന്ദ്രൻ ഭഗവാനെ ഭജിച്ചുറപ്പിച്ച മഹാനാണ്. അദ്ദേഹത്തിന്റെ പാദത്തിൽ പിടിച്ചത് കാരണം ഈ ആനയുടെ തൃപ്പാദത്തെ ആശ്രയിച്ചതുകൊണ്ട് ഭഗവാന്റെ തൃപ്പാദമാണ് വാസ്തവത്തിൽ ആർക്ക് കിട്ടിയത്? മുതലേക്ക് കിട്ടിയതേ. അതുണ്ടായത്. അപ്പൊ പറഞ്ഞത്. അപ്പൊ പരീക്ഷിച്ച് ചോദിച്ചു, ഗുരുനാഥ എനിക്ക് സംശയമുണ്ട്. എന്താ സംശയം? ഈ ആനയ്ക്കൊക്കെ ഇങ്ങനെ ഭക്തി ഉണ്ടാവുന്നത്? നമ്മുടെ നാട്ടിൽ മനുഷ്യന്മാർക്ക് പോലും ഈ ജാതി ഭക്തി ഇല്ല, പിന്നെ ഇങ്ങനെ ഈ ആനയ്ക്കൊക്കെ ഉണ്ടാവുന്ന അത്ഭുതമുണ്ടേ. അപ്പൊ ഭഗവാൻ ശ്രീശുകരെ പറഞ്ഞു പരീക്ഷിതനോട്, പരീക്ഷിത്തെ ഇതൊന്നും ഇപ്പൊ ഇന്നലെയൊന്നും ഉണ്ടാക്കിയതൊന്നുമല്ല, ഇതൊക്കെ പഴയതാണ്, പൂർവ്വജന്മത്തിലെ സുഹൃതാണ് ഇപ്പൊ ഈ അനുഭവിക്കേണ്ടത്. ഇപ്പൊ നമ്മളൊക്കെ തന്നെ അങ്ങനെ തന്നെയാണ്, പഴയ വിത്ത് കുത്തി ഉണ്ണാണ്. വിത്ത് കുത്തി ഉണ്ണേ. അങ്ങനെ കേട്ടിട്ടില്ലേ? വിത്ത് കുത്തി ഉണ്ണാന്ന് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇത് ഇന്നത്തെ ഒന്നല്ല. നമ്മളിപ്പോ വിചാരം ഇന്നത്തൊക്കെ ഇതൊക്കെ കഴിഞ്ഞ ജന്മത്തിലൊക്കെ നമ്മൾ കൂട്ടി വെച്ച് കൊണ്ടുവന്ന സാധനമാണ് ഇപ്പൊ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യണത്, ഉണ്ണണതേ. അങ്ങനെ പഴയതുണ്ട് തീർക്കരുത്, പുതിയതുണ്ടാക്കി ഉണ്ണണം. അതിന് വിത്ത് കുത്തി ഉണ്ണരുത് പറയില്ലേ? വിത്ത് കുത്തി ഉണ്ണാച്ച അർത്ഥം എന്താ? സമ്പാദ്യങ്ങളൊന്നും എടുത്ത് ഉണ്ട് തീർക്കരുത്, അന്നാന്ന് അധ്വാനിച്ചിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് കഴിച്ചു കൂട്ടണം എന്നാ പറയുക. അപ്പൊ ഇവിടെ എന്താ ഇപ്പൊ ഈ ആനയ്ക്ക് ഇങ്ങനെ സുഹൃതം ഉണ്ടായി ഭക്തി ഉണ്ടാവാൻ കാരണം എന്ന് ചോദിച്ചാൽ കാരണം ഉണ്ടാവും. ഒന്നും കാരണം ഇല്ലാണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. എന്താണ്? ഒരു കാരണവും ഇല്ലാതെ ഒരു കാര്യവും ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. എന്ത് കാര്യത്തിന് നമുക്ക് മനസ്സിലാവുകയായിരിക്കും, മനസ്സിലാവാണ്ടിരിക്കുകയായിരിക്കും. അത് നമ്മുടെ എന്തല്ലായ അല്ലെങ്കിൽ അന്തത്തിന്റെ കേമത്തരം, അത്രയേ ഉള്ളൂ. പക്ഷെ കാരണം ഇല്ലാതെ കാര്യം ഉണ്ടാവില്ല എന്നാണ്. നൂലില്ലാണ്ട മുണ്ടുണ്ടാവുമോ? സ്വർണ്ണം ഇല്ലാണ്ട മാല ഉണ്ടാവുമോ? മണ്ണില്ലാതെ ചട്ടി ഉണ്ടാവുമോ? ഓടില്ലാണ്ട വിളക്ക് ഉണ്ടാവുമോ? ബാക്കി ഇനി അങ്ങോട്ട് വൈകുന്നേരം കൂട്ടിക്കോളൂ പോയിട്ട്. ഇതൊക്കെ തന്നെ പറഞ്ഞിരുന്ന നമുക്ക് വൈകുന്നേരമായി പോകും. ശരിയല്ലേ ഇത്? അപ്പൊ അതാണ്, അങ്ങനെയാണല്ലോ. അപ്പൊ കാരണം ഉണ്ടെങ്കിലേ കാര്യം ഉണ്ടാവുള്ളൂ. കാര്യം ഉണ്ടാവണമെങ്കിൽ കാരണം നിർബന്ധമാണ്. ഇപ്പൊ ഈ ആനയ്ക്ക് ഇജാതി ഒരു സമ്പ്രദായം മഹിമ ഉണ്ടാവണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവൂല. എന്താ കാരണം? കേട്ടോളൂ, പറയാം. പണ്ട് പാണ്ഡ്യരാജ്യത്ത് ഇന്ദ്രദ്യുമ്നൻ എന്ന് പറഞ്ഞൊരു രാജാവുണ്ട്. പാണ്ഡ്യരാജ്യം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇല്ല. പാണ്ഡിലോറി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അത് മനസ്സിലാവും. അതില്ലെങ്കിൽ ഇന്ന് കുമ്പളങ്ങയും മത്തങ്ങയും വെള്ളരിക്കും ഉണ്ടാവില്ല, സാമ്പാർ എരിശ്ശേരിയും കാളനും ഉണ്ടാവില്ല. അതാണ് ആ ലോറി എന്നോട് നിശ്ചയുണ്ടാവും. ഈ പാണ്ഡ്യ ലോറി വരുന്ന നാടിന്റെ പേരാണ് പാണ്ഡ്യനാട്. പാണ്ഡ്യം വെച്ചാൽ തമിഴ്നാട്. ഇന്ന് നമ്മൾ തമിഴ്നാട് പറയില്ലേ? പഴയ പേര് പാണ്ഡ്യം, ചേരം, ചോളം എന്നൊക്കെയാണ് ഇന്ന് പറയുക. എന്നൊക്കെ ഇപ്പൊ പേര് മാറി. അപ്പൊ ഈ പാണ്ഡ്യദേശത്ത് ഇന്ദ്രദ്യുമ്നൻ എന്ന് പേരായിട്ട് യോഗ്യനായ ഒരു രാജാവുണ്ട്. വലിയ വിദ്വാനായിരുന്നു അദ്ദേഹം. ഈ യോഗ്യനായ മഹാരാജാവ് ഇന്ദ്രദ്യുമ്നൻ ഒരിക്കൽ എന്താ ചെയ്തു വെച്ചാല്, അദ്ദേഹം ഇങ്ങനെ മലയപർവ്വതത്തിന്റെ മുകളിൽ ചെന്നിരുന്നിട്ട് തപസ് ചെയ്തിരിക്കുകയായിരുന്നു ഭഗവാന്. അങ്ങനെ തപസ് ചെയ്തിരിക്കുന്ന സമയത്താണ് അഗസ്ത്യ മഹർഷി ആ വഴി ഇങ്ങനെ പോവുകയാണേ. അഗസ്ത്യർ ഇങ്ങനെ പോകുമ്പം മരത്തിന്റെ ചോട്ടിൽ മഹാരാജാവ് കണ്ണടച്ചിരിക്കുന്നത് കണ്ട്, മഹാരാജാവ് ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്നത് കണ്ടപ്പം ഈ മഹർഷി വിചാരിച്ചു, എന്താ ബന്നെ കണ്ടിട്ട് ഇങ്ങനെ കണ്ണടച്ച് മിണ്ടാണ്ടിരിക്കണത്? നല്ല സമ്പ്രദായം അല്ലല്ലോ, പിന്നെ ഒരു ആനയായിട്ട് പോട്ടെ എന്ന് ആരെ ശപിച്ചു. ഈ
ഈ മഹാരാജാവിനെ ശപിച്ചു. അങ്ങനെ ആനയായിട്ട് പോട്ടെ എന്ന് ശാപം അഗസ്ത്യരുടെ കയ്യിൽ നിന്ന് വാങ്ങി ആ ഇന്ദ്രദ്യുമ്ന മഹാരാജാവാണ് പിന്നീട് ഇപ്പം അവിടെ ഗജേന്ദ്രനായിട്ട് വന്നത്. അപ്പൊ ആനയായിട്ട് തീർന്നപ്പോഴും അതാണ് പ്രാഗ്ജന്മനി, ഒരു പ്രയോഗം പറഞ്ഞു നേരത്തെ, പ്രാഗ്ജന്മനി പൂർവജന്മത്തില്, അതായത് ഇന്ദ്രദ്യുമ്ന മഹാരാജാവായിട്ട് ഇരിക്കണ കാലത്ത് പഠിച്ചുറപ്പിച്ചു ഉപാസിച്ചതാണ് ഇപ്പം ആര് ചെയ്തത്? ഗജേന്ദ്രൻ ഭഗവാനെ ഭജിച്ചതേ. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയൂ? ഈ പൂർവ്വജന്മത്തിൽ ചെയ്തതിന്റെ മഹിമ കൊണ്ടാണ് ആനയ്ക്ക് എന്തുണ്ടായത്? ഈ ഭക്തി ഉണ്ടായത് എന്ന് പറയും. അപ്പൊ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ സംശയം തോന്നും. അത് പരീക്ഷത്തിനുണ്ടായ സംശയമല്ല നമുക്കുണ്ടാവും. എന്താ, ഈ മഹർഷിമാരൊക്കെ എത്ര മോശക്കാരാ, തപസ് ചെയ്തിരിക്കണവരൊക്കെ ശപിക്കണത് തോന്നിയില്ലേ? അതിൻ്റെ ഇടയ്ക്ക് നമ്മളാരോടും മിണ്ടിയില്ല വെച്ചാലും അങ്ങനത്തെയൊക്കെ നമുക്ക് തോന്നും നല്ലോണം, ഉണ്ടല്ലേ? അത് പറഞ്ഞതിൻ്റെ അത്ര ശരി തന്നെയാണ്. ഈ മഹർഷിമാരെ ശപിക്കണോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിഷമ തോന്നും. പക്ഷേ ഇപ്പം ആ ശാപം ഉണ്ടായതുകൊണ്ട് കാര്യം നേരിയായി കിട്ടി. എന്ത് കാര്യം? ആ ശാപം ഉണ്ടായതുകൊണ്ട് ആനയായതുകൊണ്ട് വേഗം കാര്യം നേരിയായി കിട്ടി. ഇല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ടാവും ഇങ്ങനെ ഇന്ദ്രദ്യുമ്നാന്ന് പറഞ്ഞ മരത്തിന്റെ ചോട്ടിലിരിക്കണോ? ഭഗവാന്റെ അടുത്തെത്തി കിട്ടിയില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും വിചാരിക്കും ഓരോരോ ദുരിതങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോൾ ഇതൊക്കെ വലിയ വിഷമാണെന്ന് വിചാരിക്കും. അത് കഴിഞ്ഞാൽ വേറൊരു മഹിമ ഉണ്ടാവും. മനസ്സിലാവണില്ലേ? പരീക്ഷയുടെ കാലം വരുമ്പോൾ നമുക്ക് തോന്നും വല്ലാത്ത ദുരിതമാണ് തോന്നും. പരീക്ഷ കഴിഞ്ഞ് വലിയ മാർക്കും കിട്ടി വലിയ സ്ഥാനത്തെത്തുമ്പോൾ മനസ്സിലാവും നന്നായി എന്നും തോന്നും. അപ്പൊ ഏതൊരു കഷ്ടം കഴിഞ്ഞാലും നല്ലൊരു സന്ദർഭം ഉണ്ടാവും. അതുകൊണ്ട് കഷ്ടം കണ്ട് തളരാനൊന്നും നിൽക്കണ്ട. അങ്ങനെ കഷ്ടം കണ്ട് തളർന്നു വെച്ചാൽ നമ്മളൊന്നും ഇപ്പൊ ഇവിടെ എത്തില്ല. ഉണ്ടാവൂ? എന്തൊക്കെ കഷ്ടം ചാടി കയറി പോകുന്നവരാ നമ്മളൊക്കെ. ഓരോരുത്തർ എന്തൊക്കെ ജാതി സഹിക്കാൻ വയ്യാത്ത പലതും സഹിച്ചിട്ടല്ലേ നമ്മളതിനെയൊക്കെ മറികടന്ന് നീന്തിയാണ് ഇവിടെ എത്തിയത്. ഇനി എന്തൊക്കെ കാണേണ്ടി വരും? എല്ലാം കാണും. അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതാണ് ലോകത്തിന്റെ പതിവ്. ഇതാണ് കഥ, ഗജേന്ദ്രന്റെ കഥ. അങ്ങനെ ഗജേന്ദ്രമോക്ഷം ചരിത്രം പറഞ്ഞു കൊടുത്തു. ഇവിടെ ഒരു ചെറിയ സംഗതി ചിന്തിക്കണം. എന്തിനാ ഇപ്പം നമ്മൾ ഈ ഗജേന്ദ്രമോക്ഷം കഥ കേട്ടത്? എന്താ അതിന്റെ സിദ്ധാന്തം? പണ്ടൊരു ആനയ്ക്ക് ഭഗവാൻ മോക്ഷം കൊടുത്തൂത്രേ. അങ്ങനെ പലർക്കും ഭഗവാൻ പലതും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കേട്ടിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പുറത്തുള്ളവന് ലോട്ടറി കിട്ടി പറഞ്ഞാൽ നമുക്ക് വല്ല കാര്യമുണ്ടോ? നമുക്ക് കിട്ടിയാലല്ലേ നമുക്ക് ഗുണമുണ്ടാവുള്ളൂ. അപ്പൊ എന്തിനാ നമ്മളിത് കേൾക്കണത്? ഇത് പണ്ട് എത്ര കാലമായി നമ്മൾ കേൾക്കണു? 25 കൊല്ലമായി നമ്മൾ തന്നെ കേൾക്കണം, ഉണ്ടല്ലേ? ഇനി 35 നമ്മൾ കേൾക്കുകയും ചെയ്യും. എന്തിനത്? നിരന്തരം കേൾക്കേണ്ടതാണത്. എന്തിനാ നമ്മൾ നിരന്തരം ഇതിങ്ങനെ കേൾക്കണത്? ഒന്നുമില്ലാണ്ട് കേൾക്കില്ലല്ലോ, ഒന്നുമില്ലാണ്ടത് പറയില്ലല്ലോ. ശരീശുഖർ ഇത് പറഞ്ഞു കൊടുക്കുമോ? കാര്യമുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കുക. എന്താ ഗജേന്ദ്രമോക്ഷം കഥ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. കഥയുടെ സ്വരൂപ പറയുന്നത് നോക്കൂ. ആനകൾ കൂട്ടം കൂട്ടായിട്ട് വന്നു. ആ കഥയൊന്നും കൂടി നമ്മളിങ്ങോട്ട് പരിശോധിച്ച് പോരുക. ആനകൾ കൂട്ടം കൂട്ടായിട്ട് ഗജേന്ദ്രന്റെ നേതൃത്വത്തില് തടാകത്തിലേക്ക് വെള്ളം കുടിക്കാൻ വന്നു. ആനക്കൂട്ടം എങ്ങനെയാ വെള്ളം കുടിച്ചത്? കരയിൽ നിന്ന് തുമ്പിക്കൈ കൊണ്ട് തടാകത്തേക്ക് നീട്ടിയിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം കുടിച്ചു. അവരുടെ കാലമ്പിൽ മുതല പിടിച്ചുവോ? ഇല്ല. ഗജേന്ദ്രൻ ആ വെള്ളത്തിലിറങ്ങി മുങ്ങി തേവി കലക്കി കുടിച്ചു. അപ്പോഴേ നമ്മൾ പറഞ്ഞു കലക്കി കുടിക്കരുത്. ഗജേന്ദ്രൻ വെള്ളത്തിലിറങ്ങി കലക്കിയിട്ടാ കുടിച്ചതേ. ശരി, അപ്പോളാര് പിടിച്ചു? മുതല പിടിച്ചു. ഇറങ്ങി കലക്കി കുടിക്കാത്തവരുടെ കാലമ്പിൽ ആര് പിടിച്ചില്ല? മുതല പിടിച്ചതും ഇല്ല. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? എന്താ ഈ തടാകം എന്ന് പറഞ്ഞാൽ? ആരാ ഈ ഗജേന്ദ്രൻ? തടാകം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയൂ? നമ്മൾ വിളിച്ചാകുമ്പോൾ ചൊല്ലണ നമസ്കാര ശ്ലോകല്ലേ? എന്താ? സംസാരസാഗരേ മഗ്നം എന്നുവെച്ചാൽ എന്താ അത്? ഈ തടാകം എന്ന് പറഞ്ഞാൽ ഈ സംസാരസാഗരാണതേ, ഈ ലോകാണ്. ഈ സംസാരസാഗരത്തിൽ വന്ന് മഗ്നം മുങ്ങിയാൽ എന്തുണ്ടാവും? അതാണ് സംസാരസാഗരത്തിൽ അങ്ങോട്ട് മുങ്ങിപ്പോയാൽ എന്താ ഉണ്ടാവുക എന്നറിയോ? ആണ് കർമ്മഗ്രാഹ ഗൃഹീതാംഗം. കർമ്മങ്ങളാകുന്ന മുതലകൾ വന്ന് കാലമ്പിൽ പിടിക്കും. കർമ്മം ചെന്താ? പ്രാരബ്ധം ആഗമി സഞ്ചിതം എന്നൊക്കെ പറഞ്ഞ പല ജാതി കർമ്മപ്രാരബ്ധാദികൾ വന്നിട്ട് നമ്മുടെ ഇങ്ങോട്ട് എന്ത് ചെയ്യും? പിടിക്കും. അതാണ് ഈ കർമ്മഗ്രാഹം. പേരെന്നെ അങ്ങനെയാ പ്രയോഗിച്ചത്. കർമ്മഗ്രാഹം ചെന്നർത്ഥം പല ജാതി ബുദ്ധിമുട്ടുകളും വന്ന് നമ്മളെ പിടിക്കുകയെ. അപ്പൊ അതുകൊണ്ടാണ് അത് ഇറങ്ങി സംസാരമാകുന്ന സാഗരത്തിൽ ഇറങ്ങി മുങ്ങിയാലേ പിടിക്കുള്ളൂ. എന്താണ്? സംസാരസാഗരത്തിൽ നമ്മളൊക്കെ തന്നെ ഈ സംസാരത്തിൽ പെട്ടാൽ പിടിക്കും. പെടരുത്, എന്ത് ചെയ്യണം? അതുകൊണ്ട് സംസാരത്തിൽ നമ്മൾ മുങ്ങരുത്. എന്താ ആവശ്യത്തിനൊക്കെ ആവാം, നമുക്ക് ജീവിക്കുക നമ്മൾ ഈ സംസാരത്തിലാണെങ്കിലും അത് ഉള്ളിലേക്ക് കയറ്റരുത് എന്നാ പറഞ്ഞത്. ഏത്? സംസാരവാസന ഉള്ളിലേക്ക് കയറിയ കഷ്ടം. ഈ വള്ളത്തിന് പോണെങ്കിൽ വെള്ളം വേണം. ഇതിന് വള്ളം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? വള്ളത്തിന് പോണെങ്കിൽ വെള്ളം വേണം. എന്നാ ഈ വെള്ളം വള്ളത്തേക്ക് കയറിയാലോ വള്ളം വെള്ളത്തിലായി. മനസ്സിലാവണില്ലേ? അല്ലേ? അക്ഷരം മാറിയാ പോയി. ഈ തോണി വഞ്ചി പോണത് ഏതോ വഴി കൂടി? വെള്ളത്തിൽ കൂടിയല്ലേ പോവുക. വെള്ളം ഇല്ലെങ്കിൽ വഞ്ചിക്ക് പോകാൻ പറ്റുമോ? പറ്റില്ല. എന്നാ ഈ വെള്ളം വഞ്ചിയുടെ ഉള്ളിലേക്ക് കയറിയാലോ? വഞ്ചി വെള്ളത്തിലായി. അതന്നെ.
ശരിയല്ലേ ഇത്? അതാണ്. അപ്പം പോണെങ്കിൽ ഈ സാധനം വേണമെച്ചാലും ഈ സാധനം ഉള്ളിക്ക് കയറ്റരുത്. സംസാരവാസന ഉള്ളിക്ക്, നമ്മൾ ജീവിക്കുന്നത് സംസാരത്തിലാണെങ്കിൽ ഉള്ളിക്ക് കയറ്റരുത്. ഏതുപോലെ ഭഗവത്ഗീതയിൽ പറഞ്ഞ മാതിരി പത്മപത്രം ഇവ അംഭസ എന്ന് പറയും. എന്നുവെച്ചാൽ എന്താ അർത്ഥം? പത്മപത്രം വെള്ളത്തിലിരിക്കണ താമരയില പോലെ എന്നാണ്. താമരയില ജനിച്ചത് എവിടെയാ? വെള്ളത്തിൽ. സ്കൂളിലേക്ക് പോയത് എവിടെയാ? വെള്ളത്തിൽ. ഇല്ലേ? ഉദ്യോഗം ഭരിച്ചത് എവിടെയാ? വെള്ളത്തിൽ. വിവാഹം കഴിച്ചത് എവിടുന്ന്? വെള്ളത്തിൽ നിന്ന്. എന്നിട്ട് ഉദ്യോഗം ഭരിക്കലും ഒക്കെ പെൻഷൻ വാങ്ങിയതും വെള്ളത്തിൽ. ഒടുക്കപ്പം വിശ്രമ ജീവിതം നയിക്കണതോ വെള്ളത്തിൽ. ചത്തതോ അതും വെള്ളത്തിൽ. അങ്ങനെ ആ താമരയിലയുടെ ജീവിതചക്രം മുഴുവനും എവിടെ തന്നെ തുടങ്ങി എവിടെ തന്നെ അവസാനിക്കണു? വെള്ളത്തിൽ അവസാനിക്കണു. പക്ഷേ ഈ വെള്ളത്തിൽ ജനിച്ച വെള്ളത്തിൽ മരിച്ചു പോയി അതിനിടയ്ക്ക് ജീവിച്ച് തീർക്കണതായ താമരയിലയ്ക്ക് ആ വെള്ളത്തിനെ സ്പരിശിക്കാൻ സാധ്യമല്ല. വെള്ളത്തിന് താമരയുടെ ഇലയെ തൊടാൻ പറ്റില്ല. താമരയുടെ ഇലയിൽ വെള്ളം ഇങ്ങോട്ട് വീഴ്ത്തിയാൽ അത് ഉരുണ്ടങ്ങോട്ട് പോകും. സഹസ്രകലശ അടിയാലും ആരും നനയില്ല. താമരയുടെ ഇല നനയില്ല. അപ്പൊ നമുക്ക് ചേമ്പിന്റെ ഇലയുടെ ഉദാഹരണം പോരെ എന്നൊരു സംശയമുണ്ട്. ചേമ്പിന്റെ ഇല ഉദാഹരണമൊക്കെ നന്നാ, പക്ഷെ ചേമ്പിന്റെ ഇല ജനിച്ചതും വളർന്നതും പെൻഷൻ വാങ്ങിയതൊക്കെ എവിടുന്ന്? വെള്ളത്തിൽ നിന്നോ കരയെന്നോ? കരയില. ചേമ്പിന്റെ ഇലയുടെ ജീവിതചക്രം കരയിലാണ്. അപ്പൊ കരയിലിരിക്കുന്ന ഒരു വസ്തുവിനെ ഉദാഹരിക്കുന്നേക്കാൾ ഭേദം വെള്ളത്തിലുള്ളവനെ ഉദാഹരിക്കുന്നില്ലേ നല്ലത്? അപ്പൊ വെള്ളത്തിൽ ജനിച്ചു വളർന്ന് മരിച്ചു തീരണതായ ഈ പറയുന്ന താമരയിലയ്ക്ക് വെള്ളം കൊണ്ട് സ്പരിശമില്ലാത്തതുപോലെ ഈ സംസാരത്തിൽ ജനിച്ചു വളർന്ന് സംസാരത്തിൽ ശരീരം കളഞ്ഞു പോണതായ നമ്മൾ ഈ സംസാരവാസന കൊണ്ട് സ്പരിശിക്കപ്പെടാണ്ടിരുന്നത് നന്നായി. അതുകൊണ്ടാ പറയുക, സംസാരമാം സാഗരത്തിൽ അംസാന്തം മുങ്ങലാ സഖേ. സംസാരമാകുന്ന അംസം വെച്ച തോളോളം മുങ്ങരുത്, കുറേശ്ശേക്ക് ആവാം എന്നാണ്. തെളിയാവാം, കലക്കി കുടിക്കരുത് പറഞ്ഞത്. എന്താണ് കലക്കി കുടിക്കുക? ചേർത്ത ഇറങ്ങി കുത്തി മറിയരുത്. അങ്ങനെ വരുമ്പം ഈ സംസാരസാഗരത്തിൽ വന്ന് നമ്മൾ പെട്ടുപോയാൽ രക്ഷിക്കാൻ ഭാര്യയ്ക്ക് പറ്റുമോ? ഭർത്താവിന് പറ്റുമോ? ഇല്ലേ കുട്ടികളൊക്കെ പറ്റുമോ? ബന്ധുക്കളൊക്കെ ആർക്കും പറ്റില്ല. അതാണ് ഈ കുട്ടിയാനയ്ക്കും പിടിയാനയ്ക്കും കൊമ്പനാനയ്ക്കും ഒന്നും രക്ഷിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ കിണറ്റിലോ കുളത്തിലോ വീണ് ഘട്ടത്തിലായി എന്ന് കണ്ടാൽ ആർക്ക് രക്ഷിക്കാം? നമ്മുടെ ബന്ധുക്കളൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് രക്ഷിക്കും നമ്മളെ. അതിനൊന്നും കുഴപ്പമില്ല, വിഷമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷിക്കാൻ പറ്റും. പക്ഷെ സംസാരസാഗരത്തിൽ വീണ് പോയവരെ രക്ഷിക്കാൻ ഭാര്യയ്ക്കും മക്കൾക്കും ഭർത്താവിന് ഏട്ടൻ അനിയൻ അമ്മ അച്ഛൻ ബന്ധുക്കൾ മിത്രങ്ങൾ സുഹൃത്തുക്കൾ അടുത്ത വീട്ടുകാർ അയലൊക്കെക്കാര് ശക്തന്മാര് ബലവാന്മാർ ആർക്കും പറ്റില്ല. അപ്പൊ രക്ഷിക്കാൻ ആർക്കേ പറ്റുള്ളൂ? ഭഗവാനെ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആരെ ആശ്രയിക്കണം? ഭഗവാനെ ആശ്രയിക്കണം. ഗജേന്ദ്രൻ ആരെയാണ് ആശ്രയിച്ചത്? ഭഗവാനെ ആശ്രയിച്ചത്. ഭഗവാനെ ആശ്രയിച്ച് നല്ലോണം അനുസരിച്ച് തൊഴുത് ഭജിച്ച് പുറപ്പെട്ട സമയത്ത് ആര് വന്നു? ഭഗവാൻ വന്നു. ഭഗവാൻ മുമ്പിലേക്ക് വന്നപ്പം നമ്മുടെ ഗജേന്ദ്രൻ ഭഗവാന്റെ പാദത്തിൽ എന്താ സമർപ്പിച്ചത്? വാഴക്കൊലയാണ്. കദളിപ്പഴക്കൊല അല്ല, അതൊക്കെ നമ്മൾ സമർപ്പിക്കാറുണ്ട്. കദളിപ്പഴക്കൊല, പട്ട് സമർപ്പിക്കും, ഭഗവാന് പറ സമർപ്പിക്കും, വലതും സമർപ്പിക്കും. പക്ഷെ ഗജേന്ദ്രൻ എന്താ സമർപ്പിച്ചത്? പൂവ്, താമരപ്പൂവ് അല്ലേ? എന്തിന്റെ പൂവ്? റോസാപ്പൂവ്, ചെമ്പരത്തിപ്പൂവ്, ഇതൊന്നുമല്ലല്ലോ. താമരപ്പൂവ്. എന്ത് താമരപ്പൂവ് സമർപ്പിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തൊക്കെ ജാതി പൂക്കൾ നമ്മുടെ നാട്ടിൽ കേമായതുണ്ട്, പക്ഷെ അതൊന്നും സമർപ്പിച്ചില്ല. താമരപ്പൂവാ സമർപ്പിച്ചത്. ശരിയല്ലേ ഇത്? അതും പൂവ്. ഒരു വാഴക്കൊല സമർപ്പിക്കായിരുന്നു, ചേനയോ ചേമ്പൊക്കെ സമർപ്പിക്കായിരുന്നു, അവൻ സമർപ്പിച്ചില്ല. എന്താ ഈ പൂവ്? ഈ പൂവ് എന്ന് ഈ പൂവിന് സംസ്കൃതത്തിൽ പറയുന്ന പേരെന്താണെന്നറിയോ? സുമനസ്. എന്താ പേര്? സുമനസ് എന്ന് പറഞ്ഞ പൂവ് എന്നാണ് സംസ്കൃതത്തിൽ അർത്ഥം. സുമനസ് എന്ന് പറഞ്ഞാൽ പൂവ് എന്നാണ് അർത്ഥം. സുമനസ് എന്ന് പറഞ്ഞാൽ നല്ല മനസ്സ് എന്നും അർത്ഥമുണ്ട്. അങ്ങനെ സുമനസ് എന്നുള്ളതിന് രണ്ടർത്ഥ, പൂവെന്നും ഉണ്ട്, നല്ല മനസ്സെന്നുണ്ട്. അപ്പൊ നമ്മുടെ ഗജേന്ദ്രൻ സമർപ്പിച്ചത് എന്താണ്? സുമനസ്സാണേ. എന്നുവെച്ചെന്താർത്ഥം? ആ അർത്ഥമൊക്കെ മനസ്സിലാവുണ്ടല്ലോ അപ്പൊ അല്ലേ? അതാണ്. അതും താമരപ്പൂവ്. താമരപ്പൂവ് എങ്ങനെയാ? അങ്ങനെയല്ലേ അത്? താമരപ്പൂവ് ഇങ്ങനെ ഇരിക്കണത്, അതായത് ഹൃൽ പുണ്ടരീകം, ഹൃദയത്തിന്റെ ആകൃതിയ താമരപ്പൂവിനെ. അതാണ് താമരപ്പൂവ് സമർപ്പിച്ചത്. ഇല്ലച്ച ഒന്ന് ആലോചിച്ച് നോക്കോ, നമുക്ക് നമ്മുടേതായിട്ട് ഒന്ന് സമർപ്പിക്കാൻ എന്തുണ്ട് ഭഗവാന്റെ പാദത്തില്? നമ്മുടേതായിട്ട് സമർപ്പിക്കാൻ വല്ലതും? നമ്മൾ പറയും എൻ്റെ വകയാണ് ഇന്നത്തേത്. ഇന്നത്തേത് അങ്ങനെയൊക്കെ പറയില്ലേ? ഇന്നത്തേത് എൻ്റെ വകയാണ്, എന്താ ഒന്നുമില്ല, തൻ്റെ വകയായിട്ട് എന്താ നമുക്ക് സമർപ്പിക്കാനുള്ളത്? അൽപായസം ഇന്നിപ്പം എൻ്റെ വകയാണ്. നന്നായി ഞെളിഞ്ഞ് നിൽക്കുക കുറച്ചു നേരം. ഇല്ലേ? പാലോ ഭഗവാന്റേത്, അരിയോ ഭഗവാന്റേത്, ഉരുളിയോ ഭഗവാന്റേത്, പഞ്ചസാര ഭഗവാന്റേത്, തടപ്പള്ളി ഭഗവാന്റേത്. നമ്മുടേത് എന്താ ഉള്ളത് അതില്? അല്ല, നമ്മൾ അവിടെ വെറും കൺവീനർ മാത്രമാണ്. എന്ത് കൺവീനർ? ഇതൊക്കെ ഒന്ന് യോജിപ്പിക്കുക എന്നല്ലാണ്ട് നമുക്ക് വേറെ എന്താ ഉള്ളത്? കടയിലിരിക്കുന്ന അരി, അപ്പുറത്തിരിക്കുന്ന പഞ്ചസാര, ആ പശുവിൻ്റെ അടുത്തുള്ള പാല്, അപ്പുറത്തെ തടപ്പള്ളിയിൽ ഉരുളി ഒക്കെ കൂടി യോജിപ്പിച്ച് കഴുകി തുടച്ചതിൽ കൊണ്ടുപോയി, അത്രയല്ലാണ്ട് നമുക്ക് വല്ലതും ചെയ്യാണ്ടോ? അപ്പം നമ്മുടേതായിട്ട് ഭഗവാനെ സമർപ്പിക്കാൻ വാസ്തവത്തിൽ ചിന്തിച്ചാൽ ഒന്നുമില്ല, ഒന്നും തന്നെ ഇല്ല ഭഗവാനെ നമ്മുടേതായിട്ട് സമർപ്പിക്കാൻ. ഒന്നുമില്ല എന്ന് പറയാൻ പറ്റില്ല, ഒന്നുണ്ട്.
നമുക്ക് നമ്മുടേതായിട്ട് ഭഗവാനെ സമർപ്പിക്കാൻ ഒന്നേ ഉള്ളൂ, ആ ഒന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒന്ന് മാത്രം ഉണ്ട് ഭഗവാനെ സമർപ്പിക്കാൻ. പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമ്മൾ പണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്തേ പലർക്കായിട്ട് സമർപ്പിച്ചതാ. അതെന്ത്? അതന്നെ ഹൃദയ മനസ്സ്. അത് ഭാര്യയ്ക്ക് സമർപ്പിച്ചു, ഭർത്താവിന് സമർപ്പിച്ചു, അമ്മയ്ക്ക് സമർപ്പിച്ചു, അച്ഛനെ സമർപ്പിച്ചു, ബസ്സിലെ കണ്ടക്ടർക്ക് സമർപ്പിച്ചു, വടക്കലെ നാരായണനാർക്ക് സമർപ്പിച്ചു. എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ ഇല്ല. നമ്മൾ പലതിലേക്കായിട്ടല്ലേ നമ്മുടെ ഭാവങ്ങളെ സമർപ്പിച്ച് കളഞ്ഞത്. പിന്നെ ഭഗവാന്റെ അടുത്തേക്ക് നോക്കുമ്പോൾ ഇല്ല, ഒക്കെ പലതിലേക്കായിട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇല്ല, ലേശം പോലും ഇല്ല. ശരിയല്ലേ ഇത്? അപ്പൊ വേണ്ടത് എന്താണ്? ഹൃദയമാണ് ആരുടെ കാൽക്കല് സമർപ്പിക്കേണ്ടത്? ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കേണ്ടത്. അതാണ് ആ ഗജേന്ദ്രൻ പൂവ് അല്ലെങ്കിൽ താമരപ്പൂവ് സമർപ്പിച്ചു എന്ന് പറഞ്ഞത്. ശ്രദ്ധിച്ച് മനസ്സിരുത്തേണ്ട കഥ വെറുതെ പറയുന്ന കഥയൊന്നുമില്ലേ. അപ്പോ നമ്മളും ഭഗവാന്റെ തൃപ്പാദത്തേക്ക് സമർപ്പിക്കേണ്ടത് എന്താണ്? ശുദ്ധമായ ഹൃദയത്തെ സമർപ്പിക്കണം. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യും? നമ്മളിങ്ങോട്ട് സംസാര സാഗരത്തിൽ നിന്ന്, ആ കർമ്മപ്രാരബ്ധത്തിൽ നിന്ന്, പിടിച്ച് കെട്ടിക്കിടക്കണ കർമ്മപ്രാരബ്ധം അല്ലെ, അത് നിങ്ങോട്ട് വലിച്ചങ്ങോട്ട് കയറ്റും. അപ്പൊ എന്ത് പറയണം? നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. അങ്ങാണ് എനിക്ക് വെളിച്ചം തന്നത്. ഗുരു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈ സംസാര സാഗരത്തിൽ നിന്ന് കര കയറാനുള്ള വെളിച്ചം തന്നതെന്ന് അർത്ഥം. അങ്ങനെ വെളിച്ചം തന്ന എന്നെ ഈ കുരിരുട്ടുന്ന കരകയറ്റിയില്ലേ നാരായണ അഖില ഗുരോ ഭഗവൻ. ഭഗവാനെ നമസ്തേ എന്ന് പറഞ്ഞ് നമസ്കരിക്കണം. ഇതാണ് കഥ. അപ്പൊ ഗജേന്ദ്രമോക്ഷം കഥ ആരുടെ കഥയാണ്? അതെങ്ങനെ പറഞ്ഞാലും തിരിഞ്ഞു കുത്തി മറിഞ്ഞ അവനവൻ്റെ അടുത്തേക്ക് തന്നെ വരുള്ളൂ. ഏത് പറയുമ്പോഴൊക്കെ കേമാണ്, പക്ഷെ അതെങ്ങനെ കുത്തി മറിഞ്ഞ് തിരിഞ്ഞ് അവിടേക്ക് തന്നെ എത്തും. അവനവൻ്റെ പഠിപ്പന കയറി മുറ്റത്തേക്ക് എത്തും. നമ്മുടെ ഇത് അപ്പൊ ഇതൊക്കെ ഇപ്പൊ മനസ്സിലായില്ലേ? ഈ ഭാഗവതത്തിൽ ഓരോ കഥകളും നമ്മൾ ഈ ഭാവത്തിൽ കേട്ടാലേ കഥയുണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളത് കേട്ട അനി അടുത്തത് എന്താ അടുത്തത് ഒക്കെ കഴിഞ്ഞു. ഓരോ കഥയും നമ്മൾക്ക് ചിലപ്പോൾ തെളിച്ചം കിട്ടാത്ത ചില വശങ്ങൾ ഉണ്ടാവും ലോകത്തിലെ. ആ തെളിച്ചവും വെളിച്ചം കിട്ടാത്ത വശങ്ങളെ വെളിച്ചം കാണിച്ച് മുമ്പിക്ക് കൊണ്ടുപോകാൻ അതൊക്കെ പറയുന്നതേ. അങ്ങനെ ഗജേന്ദ്രന്റെ കഥ പറഞ്ഞു. താമസമന്വന്തരത്തിലുണ്ടായ കഥയെ. അപ്പൊ ചോദിച്ചു, പിന്നീടോ? താമസമന്വന്തരം കഴിഞ്ഞ് പിന്നീടുണ്ടായ മന്വന്തരത്തിലാണ് ഭഗവാൻ ദേവന്മാർക്ക് അമൃത് നേടിക്കൊടുത്തത് എന്നും പറഞ്ഞു. അപ്പം ചോദിച്ചു, അതെന്തിനാ അങ്ങനെ ഉണ്ടായത്, അമൃത് നേടിക്കൊടുത്തത്? ആ കാലത്ത് എന്തുണ്ടായി വെച്ചാൽ ഒരു സംഗതി ഉണ്ടായി. ഈ യത് ദുർവാസശാപാൽ സേന്ദ്രാലോകാസ്ത്രയോ നൃപ നിശ്രീകാം ശാഭവം സ്തത്ര. എന്ത് മനസ്സിലായില്ല? അങ്ങനെ ഉണ്ടല്ലോ. അതായത് പണ്ടേ ദുർവാസാവിന്റെ ശാപം കാരണം ദേവന്മാർക്ക് ഒരു ക്ലേശം ഉണ്ടായി. എന്താ? നിശ്രീകാം ശാഭവം സ്തത്ര നേശുരിജ്യാതയ ക്രിയാഹ. അവർക്ക് ശ്രീ ഇല്ലേ ഈ ദേവന്മാർക്ക് എന്താ ശാപം ഉണ്ടായത്? ശാപം എന്താണെന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ശാപം ഉണ്ടായി എന്നല്ലാതെ ഇന്നതാണ് ശാപം എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. അതെന്താ പറയാണ്ടിരിക്കാൻ കാരണം ചോദിച്ചാൽ മഹാഭാരതത്തിലൊക്കെ അതൊക്കെ പറയേ, അതൊക്കെ വായിച്ചവരാണല്ലോ ഇത് വായിക്കാൻ വരും. അതുകൊണ്ടാണ് അത് പറയാണ്ടിരുന്നത്. മഹാഭാരതത്തിൽ ആ ശാപത്തിന്റെ കഥ പറയുമ്പം പറയും, പണ്ട് ഈ ദുർവാസാവ് മഹർഷി ഇങ്ങനെ ദേവലോകത്തിൽ കൂടി ഇങ്ങനെ പോകുമ്പോഴാണ് വിദ്യാധര സ്ത്രീകൾ കുറച്ചുപേര് ദേവലോകത്ത് കൽപ്പവൃക്ഷ പൂക്കളെ കൊണ്ട് മാല കെട്ടി വിസ്തരിച്ചിരിക്കുക. അവരിങ്ങനെ പൂക്കളെ കൊണ്ട് കൽപ്പവൃക്ഷത്തിന്റെ പൂക്കളൊക്കെ പൊട്ടിച്ച് നല്ല ഭംഗിയുള്ള മാലയൊക്കെ കെട്ടിയിരിക്കുകയാണ്. ഇവരിങ്ങനെ മാല കെട്ടി ഭംഗിയായിട്ട് ആ മാലയൊക്കെ ഗംഭീരമായിട്ട് ഇങ്ങനെ കെട്ടി വിസ്തരിച്ചിരിക്കുമ്പോഴാണ് ദുർവാസാവ് മഹർഷി ഇങ്ങനെ പോണത്. അപ്പോൾ ദുർവാസാവ് മഹർഷിയെ കണ്ടപ്പം ഈ വിദ്യാധര സ്ത്രീകൾ ഈ മാല കൊണ്ടുവന്ന് ദുർവാസാവ് മഹർഷിയുടെ കാൽക്കൽ വെച്ച് നമസ്കരിച്ച്, ഗുരുനാഥ ഇവിടത്തേക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയുണ്ടല്ലോ, അതുണ്ടായത്. അവർ സന്തോഷം കൊണ്ട് അദ്ദേഹത്തെ കണ്ടപ്പം അവർക്ക് തോന്നി അദ്ദേഹത്തിന് കൊടുക്കുക. ഗുരുനാഥന്മാർക്കാണല്ലോ സർവസ്വം സമർപ്പിക്കേണ്ടത്, അദ്ദേഹത്തിന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അവർ വിനയത്തോടെ കൊണ്ടുവന്ന് കാൽക്കൽ വെച്ച് നമസ്കരിച്ചു. ദുർവാസാവിന് സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, എന്തിനാ കുട്ടികളെ ഈ മാല എനിക്ക്? അതൊക്കെ എൻ്റെ ഈ ജടയിൽ എന്ത് മാല ചൂടാനാണ്? അദ്ദേഹം മഹർഷിയല്ലേ, ജടയൊക്കെ കെട്ടി നടക്കണ ആൾക്ക് മാല ചൂടേണ്ട വല്ല കഥയുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങളുടെ ആ വലിയ കേമായ മുടിയിൽ അതൊക്കെ ചാർത്തി സന്തോഷമായിട്ട് കഴിച്ചോളൂ, എനിക്കതിൻ്റെ ആവശ്യമില്ല. ആര് പറഞ്ഞു? ഈ ദുർവാസാവ് മഹർഷി പറഞ്ഞു. ദുർവാസാവ് മഹർഷി ഇത് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ എനിക്കിതൊന്നും ആവശ്യമില്ല, എന്തേ വേണ്ടോ, അവിടെ ഇരിക്കട്ടെ, നിങ്ങളെടുത്തോളൂ, സന്തോഷം കൊണ്ട് നിങ്ങൾ തന്നതല്ലേ സ്നേഹത്തോടെ, ഇവിടെ എന്തെങ്കിലും ഒരു സാധനം വെച്ചോളൂ കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ അവിടെ ആ കസേരയൊന്നും മതിയാവില്ല, അതൊക്കെ തട്ടിത്തെറിപ്പിച്ചിങ്ങോട്ട് പോരും. എന്നാലേ ഒരു സാധനം അവിടെ പരത്തി വെച്ചിരുന്നല്ലോ, ഒരു തടസ്സം, എന്തെങ്കിലും ഒന്ന് വെച്ചോളൂ, അവിടെ ഇരുന്ന് കേൾക്കൂ. ഇതൊക്കെ പറയുന്നതൊക്കെ കേൾക്കണില്ലേ, കേൾക്കാനാ പറയുന്നത്, അവിടെ ഇരുന്ന് കേൾക്കൂ. അപ്പൊ ഈ ദുർവാസാവ് മഹർഷിയുടെ കാൽക്കൽ ഈ മാല സമർപ്പിച്ച സമയത്ത് ഈ മാല അദ്ദേഹം വാങ്ങിയില്ല. എന്താ വെച്ചാൽ നമ്മൾക്ക് വേണ്ടാത്തൊരു വസ്തു നമ്മൾ വാങ്ങി വെക്കേണ്ട കാര്യമില്ലല്ലോ. ദുർവാസാവിന് അതിൻ്റെ ആവശ്യമില്ല. അദ്ദേഹത്തിന് ഈ മാല്യലേപന അലങ്കാരാദികൾ എന്താ അർത്ഥം?
മാല്യലേപനം എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? മാല്യം മാല ചൂടുക, ലേപനം പറഞ്ഞാൽ സെന്റ് പൂശ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ആർക്കതൊക്കെ? ലൗകികന്മാരായ കൂട്ടർക്കല്ലേ, സംസാരവാസനയുള്ളവർക്കല്ലേ ഈ അലങ്കാര മാല്യാദികളൊക്കെ വേണ്ടു. അല്ലാത്തവർക്ക് അതൊന്നും എനിക്കതിലൊന്നും. നിങ്ങളൊക്കെ അതൊക്കെ ആയിക്കോളൂ കേട്ടോ. എന്തായാലും നിങ്ങൾ സമർപ്പിച്ചതിൽ സന്തോഷമുണ്ട്, അതുകൊണ്ട് അനുഗ്രഹിച്ചു, ഞാൻ അങ്ങോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വിദ്യാധര സ്ത്രീകൾ പറഞ്ഞു, ഗുരുനാഥ അങ്ങനെ പറ്റില്ല, ഇത് അങ്ങനെയൊക്കെ സമർപ്പിച്ചത്, അങ്ങ് അത് കൊണ്ടുപോകണം. അപ്പം ഒരു വല്ലാതെ അങ്ങോട്ട് സ്നേഹം പറഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഭാവം നമ്മളിപ്പോൾ എന്താ വെച്ചിട്ടോ, ഒരാൾ വലിയൊരു സ്നേഹത്തോടെ വലിയ ഭാവത്തോടെ നമുക്കൊരു വസ്തു തന്നു. അപ്പം നമ്മളത് ഇനിയിപ്പോൾ ചിലപ്പോൾ വേണ്ടി വരില്ല നമുക്ക്, എന്നാലും നമ്മളത് വേണ്ടാന്ന് പറഞ്ഞ് നിന്ദിച്ചാൽ ആർക്ക് വേദനയാവും? തന്നയാൾക്കതൊരു വേദനയാവും. അപ്പം എന്ത് ചെയ്യരുത്? അങ്ങനെ ഒരു വേദന ഉണ്ടാക്കരുത്. അപ്പം നമ്മളത് സന്തോഷത്തോടെ വാങ്ങണം. അടുത്ത വീട്ടിലെ കുട്ടറ പിറന്നാളാണ്, ആ ഉണ്ണി രാവിലെ തന്നെ വന്നിട്ട് പറഞ്ഞു, തിരുമേനി ഇതാ മിഠായി, ഇന്ന് എൻ്റെ പിറന്നാളാണ് എന്നൊക്കെ പറഞ്ഞു. നമ്മൾ മിഠായി ഒന്നും കഴിക്കാറില്ല. അപ്പം നമ്മൾ ഹേയ് മോം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ണുരുട്ടി വായ പൊളിക്കേണ്ട വല്ല കാര്യമുണ്ട്? ആ പാവം കുട്ടിയല്ലേ, അത് ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പം ഉണ്ണിയെ പിറന്നാളാണോ? അറിഞ്ഞില്ല കേട്ടോ, നന്നായി വരട്ടെ, ഒരു 200 കൊല്ലം ഒന്നും ഉണ്ടാവില്ല, എന്നാലും നല്ലൊരു വാക്ക് പറയാ കുട്ടോട്, കുറെ കാലം ഇങ്ങനെ ആരോഗ്യത്തോടെ ഐസായിട്ട് ജീവിക്കട്ടെ ഉണ്ണിയെ, നന്നായി വരട്ടെ, നല്ലൊരു വർത്തമാനം പറഞ്ഞു. കുട്ടിക്ക് വലിയ സന്തോഷമായി. ഉണ്ണി ഓടിച്ചെന്ന് അമ്മോട് പറഞ്ഞു, അമ്മ ഞാൻ തിരുമേനിക്ക് മിഠായി കൊടുത്തു. തിരുമേനി മിഠായി ഒക്കെ വാങ്ങി എന്നോട് 200 കൊല്ലം 200. അത് നന്നായി ഉണ്ണി, അങ്ങനെയാ വേണ്ടത്. സന്തോഷമായില്ല കുട്ടറ പിറന്നാളിൻ്റെ അന്ന് രാവിലെ അതിനൊരു സന്തോഷമായി. 200 കൊല്ലമൊക്കെ ഉണ്ടാവുമ്പോൾ സന്തോഷമാവില്ലേ? ഉണ്ടാവില്ല എന്നല്ല, സന്തോഷിച്ചുല്ലോ, കുറച്ചു നേരം ഒരു സമാധാനം ശാന്തിയൊക്കെ ഉണ്ടായില്ലേ, നന്നായി. അപ്പൊ നമ്മളാ മിഠായി വാങ്ങി, നമ്മൾ പതിവില്ല, അന്നും പതിവില്ലേ. അപ്പൊ നമ്മളിത് ഇങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുമ്പോഴാ തെക്കേലെ ഉണ്ണി അദ്ദേഹം ഇങ്ങനെ പോവാ, തിരുമേനി ചിരിച്ചു, ഉണ്ണി ഇങ്ങോട്ട് വരിക, ഇതങ്ങോട്ട് കൊടുത്തു. അതിന്റെ കണ്ണൊക്കെ കാണും. രാവിലെ മിഠായി കണ്ടപ്പോൾ എന്തോ ഒരു സന്തോഷം. ഇത് ഉണ്ണി കഴിച്ചോളോ, സന്തോഷമായി. ആ ഉണ്ണി സന്തോഷത്തോടെ ഓടി പോയി അമ്മയ്ക്ക് തിരുമേനി. അപ്പൊ അമ്മയ്ക്ക് ഉണ്ണിയെ തിരുമേനിക്ക് അവിടെ നിന്ന് വിളിച്ചമ്മ മിഠായി ആവശ്യക്ക് തന്നു. നന്നായി കഴിച്ചോളൂ ഉണ്ണി. നോക്കൂ, ഇപ്പൊ തന്ന ഉണ്ണിക്ക് സന്തോഷമായി, വാങ്ങിയ നമുക്ക് സന്തോഷമായി. നമ്മൾ വാങ്ങിയിട്ട് ആ കഴിക്കാൻ മോഹിച്ച ആ ഉണ്ണിക്ക് അത് കൊടുത്തപ്പം അതിലേറെ സന്തോഷം. ഇപ്പൊ എത്രയാ സന്തോഷം അല്ലേ? ഇപ്പൊ നമ്മളിത് വാങ്ങാണ്ടിരുന്നിട്ട് വിരോധം കാണിച്ചു വെച്ചാൽ ആ തന്ന കുട്ടിക്ക് വിഷമായി. നമുക്ക് പിന്നെ പണ്ട് പ്രത്യേകിച്ചൊരു വികാരമില്ലാത്ത ജന്തുവാ. ആലോചിച്ച് നോക്കോ, അങ്ങനെ ഉണ്ടല്ലോ. അപ്പം സന്തോഷം ഉണ്ടായി, അപ്പം എന്താ കുഴപ്പം? അങ്ങനെ ഒന്ന് ആലോചിക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ഈ ദുർവാസാവ് മഹർഷി എന്താ ചെയ്തു വെച്ചാല് ഇത്രയൊക്കെ നിർബന്ധിച്ച് തരുമ്പോ അദ്ദേഹം മാല ശരി ഇങ്ങോട്ട് തന്നോളൂ. വിദ്യാധര സ്ത്രീകൾ ഗന്ധപുഷ്പം കൊണ്ടു ദിവ്യമായുള്ളൊരു മാല്യം കൊരുത്തത്. നല്ല ദിവ്യപുഷ്പങ്ങളെ കൊണ്ട് ഒരു വിശിഷ്ടമായൊരു മാല ഉണ്ടാക്കി. ആ മാലയാണ് എന്ത് ചെയ്തത്? ഇവിടെ ആ മാല വാങ്ങി അദ്ദേഹത്തിന് തലയിൽ ചൂടിയില്ല. ചൂടിയ എന്താ വെച്ചിട്ടുണ്ടോ, അത് ചൂടിയാ പിന്നെ വേറെ കൊടുക്കാൻ പറ്റില്ലേ? വടിയപ്പൂ ഇവിടേക്കില്ല തോന്നുന്നു, അത് ഉണ്ടല്ലേ, ഇവിടേക്ക് ഉണ്ടല്ലേ, അതൊക്കെ ഉണ്ടാവും, പണ്ട് കോപ്പി എഴുതിയതല്ലേ. വടിയപ്പൂ ചൂടിയപ്പൂ അങ്ങനെയല്ലേ. വാടിയത് ചൂടിയാലും ചൂടിയത് ചൂടരുത് എന്നൊരു സമ്പ്രദായം നമ്മുടെ ഇടയിലുണ്ടല്ലോ. ഇപ്പൊ വാടിയതും ചൂടും ചൂടിയതും ചൂടും എന്ത് ചൂടും ഒരു ശുദ്ധവും ഇല്ല എന്നോ കണ്ടല്ലേ. വാടിയതെടുത്ത് തലയിൽ ചൂടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒരാൾ ചൂടിയതെടുത്ത് നമ്മൾ വാങ്ങി ചൂട്. അതുപോലെ ഒരാൾ ഉടുത്തതഴിച്ച് ഇങ്ങോട്ട് വാങ്ങി ഉടുക്കുക പതിവില്ല. ഉടുത്തതഴിച്ച് മുക്കി അലക്കി ഉണക്കി ഉടുക്കണതിന് വിരോധമൊന്നും ഇല്ല. മുണ്ടൊക്കെ ഒരാൾ മുക്കി അലക്കി മുണ്ട് കൊടുക്കാൻ വിരോധം. അരയെന്ന് ഇങ്ങോട്ട് എടുത്ത് പതിവില്ല. ഇപ്പൊ അതൊക്കെ പതിവുണ്ടെന്നേ. അതൊരു ശുദ്ധവും സമ്പ്രദായമൊന്നും ഇല്ലേ, അതാണ്. അതുകൊണ്ട് തന്നെ ഈ വേണ്ട മാതിരി ഗുണമൊന്നും ഇല്ല. ചിലപ്പോൾ തോന്നും പണ്ടത്തേനേക്കാളും ധാരാളം ചെയ്യുന്നുണ്ട്. പക്ഷെ പണ്ടത്തേൻ്റെ നാലിലൊന്ന് ഫലം ഇല്ല. കാരണം എന്താ ചോദിച്ചാലേ ഈ പറയുന്ന ജാതി അശുദ്ധികളൊക്കെ ഉണ്ട്. അതൊക്കെ കൂടി ശുദ്ധിച്ച കുറേം കൂടി ഗുണം ഉണ്ടാവും. ഇവിടെ എന്താ ഇപ്പം ഉണ്ടായേ ചോദിച്ചാൽ, മഹർഷി ഈ മാല തൻ്റെ കൈത്തണ്ടേമ്പിൽ ഇങ്ങനെ ഇങ്ങനെ നടന്നു പോണ വഴിയിൽ ദേവേന്ദ്രനെ കണ്ടപ്പോൾ എന്താ വെച്ചാൽ ദേവേന്ദ്രൻ ആനപ്പുറത്തുനിന്ന് ചാടി പുറത്തേക്ക് ഇറങ്ങി വന്നു. അദ്ദേഹത്തെ കണ്ടു നമസ്കരിച്ചു, നല്ലോണം നമസ്കരിച്ചു. അപ്പം ദേവേന്ദ്രനെ കണ്ട സന്തോഷത്തിന് ഈ മാല ദേവേന്ദ്രന് കൊടുത്തു. ദേവേന്ദ്രൻ പിന്നെ ഇതിലൊക്കെ കുറച്ച് വാസനയുള്ള ആളാണ്. ഇത് മാലയുടെ വാസനയല്ല, ഇന്നത്തെ വാസന ചൂടാനൊക്കെ ഉള്ളൊരു മോഹമുള്ള ആളാണേ. മാല ചൂടുക എന്നൊക്കെ പറയില്ലേ ചിലർക്ക്. അങ്ങനെയൊക്കെ ചിലർക്ക് ഈ ആഭരണം മാല വസ്ത്രങ്ങളിലൊക്കെ വലിയ ഒരു വാസനയില്ല. ചിലർക്ക് അതൊന്നും അത്ര വാസന ഉണ്ടാവില്ല. ഒന്നും ഉടുക്കും, അങ്ങനെയൊക്കെ ഉണ്ട്, വലിയ ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല. ഓരോ പ്രകൃതിയാണേ, അതാണ്. ഇത് ഇന്ദ്രന്റെ പ്രകൃതി എങ്ങനെയാണെന്ന് ഇന്ദ്രന് കൊടുത്തു. ഇന്ദ്രന് ഈ മാല എന്നാ വാങ്ങി സന്തോഷമായിട്ട് ഇവിടെ ചൂടിയാൽ മതി. നമ്മൾ പാമ്പലത്തിൽ നിന്ന് പൂവും പ്രസാദമൊക്കെ തന്നെ എങ്ങനെയാ പതിവ്? അത് ഇങ്ങോട്ട് വാങ്ങി മൂർധാവില് ചൂടി വേണ്ട മതിയൊക്കെ ചാർത്തല്ലേ ചെയ്യുക, അങ്ങനെയൊക്കെയല്ലേ പതിവ്. ഇപ്പൊ പിന്നെ അങ്ങനെയല്ല പതിവ്. നമ്മൾ ചന്ദനമൊക്കെ ഇങ്ങോട്ട് വാങ്ങിയിട്ട് അത് അമ്പലത്തിന്റെ ചുമരുമ്പിലാ ചാർത്തുക. നിനക്ക് തന്നെയല്ലേ പതിവ്?
ആ ഗുരുവായൂർ വടക്കേനാടേക്ക് ഒന്ന് പോയി നോക്കൂ. അത് പുറത്തുനിന്ന് അന്യന്മാരൊന്നും വന്ന് ചാർത്തണതല്ല. അത് വണ്ടിക്കൂലി കൊടുത്ത് കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും പെരുമ്പാവൂരിൽ നിന്നൊക്കെ പോയി ചാർത്തണത്. അത് ശരിയല്ലേ? ഇത് എന്തെന്ത് കഥ? അത് ചെയ്യരുത് കേട്ടോ. നമ്മള് അമ്പലത്തിലൊന്നും പോയി ചുമരന്റെ മുകളിലൊന്നും ചന്ദനം ചാർത്തേണ്ട കാര്യം നമ്മളില്ല. അതൊക്കെ ചന്ദനം ചാർത്താൻ അകത്തുള്ളവർ ചാർത്തിക്കോളും. നമ്മൾ തൊഴുത് പോന്നാൽ മതി. ആ പ്രസാദം എന്തിനാ തരണത്? ഭഗവാന്റെ തൃപ്പാദത്തിൽ പൂജ കഴിച്ച ചന്ദനവും പൂവും ഒക്കെയാണ്. അതെ, അത് നമുക്ക് പ്രസാദമായിട്ട് തന്നാൽ വളരെ ഭവ്യതയോടുകൂടി ഭക്തിയോടുകൂടി വാങ്ങി നെറ്റീമിലൊക്കെ ചാർത്തി എന്ത് ചെയ്യണം? എന്നിട്ട് കുറേ തന്നു വെച്ചാൽ എന്ത് ചെയ്യണം? ചിലപ്പോൾ നമ്മളോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ട് കുറേ തന്നിട്ടുണ്ടാവും. എന്തിനാണത്? അത് ബാക്കി മടക്കി മടിയിൽ വെച്ചോളൂ. കുടുംബത്തില്ലേ കുറേ എണ്ണം ഒക്കെ കൊടുക്കണം. അവർക്കുണ്ടാവട്ടെ ഈശ്വരഭാവം, അനുഗ്രഹം. കുട്ടികളുണ്ടാവും, ഭാര്യ ഉണ്ടാവും, അമ്മ ഉണ്ടാവും, അച്ഛൻ ഉണ്ടാവും, കാരണവന്മാരുണ്ടാവും. ചിലപ്പോൾ അമ്പലത്തേക്ക് നടന്നെത്താൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ കൊടുക്കണം. അപ്പം അവർക്കും കൂടി അനുഗ്രഹം വേണേ. അതിനൊക്കെയാണ് അങ്ങനെ. അല്ലാതെ നമ്മളത് ചുമരിൻ്റെ മുകളിൽ തേക്കുകയൊന്നും ചെയ്യരുത്. അമ്പലത്തിൻ്റെ ചുമരൊന്നും വൃത്തികേടാക്കരുത്. കാരണം എന്താണെന്നറിയോ? ഭഗവാന്റെ ശരീരമാണ് എന്ത്? ക്ഷേത്രം എന്നാ പറയുക. അതിൻ്റെ മുകളിൽ നമ്മൾ ഇതൊക്കെ കൊണ്ടുപോയി തേച്ചാലോ? അതിനിപ്പോൾ എന്താ തിരുമേനി? ചന്ദനല്ലേ, വേണ്ടാത്ത സാധനമൊന്നും അല്ലല്ലോ. ഇതല്ലേ ഇപ്പം മറുപടി പറയാൻ ചുണ്ട് പൊന്തിച്ചത്? അതിന് മറുപടി അങ്ങനെ തരാന്നല്ലേ. ചന്ദനാണ് പറഞ്ഞത് കാര്യം, നല്ല സാധന പറഞ്ഞത് കാര്യം. അവിടെ ഇവിടെ കൊണ്ടുപോയി ചാർത്തിയാൽ നേരിയാവില്ല. ആരോ ഒരുത്തം നമ്മളിങ്ങനെ പോകുമ്പോൾ പുറത്തെന്തോ തേച്ചു. എന്താണോ തേച്ചത്? ഒന്നുമില്ല, പാൽപ്പായസം തേച്ചത്. അത് ഇപ്പത്തമോ വിഷമൊന്നും അല്ല എന്ന് പറഞ്ഞു. പാൽപ്പായസം നല്ല സാധനമാണ്. അത് പുറത്ത് തേച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇഷ്ടാവുമോ? അപ്പൊ മനസ്സിലായില്ലേ? നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് എല്ലാ ദിക്കിലും ഇലയിൽ വിളമ്പി കഴിക്കാനും ഇല കളഞ്ഞ് കൈ കഴുകി പോരാനൊക്കെ നന്നാച്ചാൽ പുറത്ത് തേച്ചാലും തലയിൽ തേച്ചാലൊക്കെ വിഷമായി. അതൊന്നും പറ്റില്ല. അപ്പം അതുകൊണ്ട് ഭഗവാന്റെ തൃപാദത്തിൽ തന്ന ചന്ദനവും ഭസ്മവും ഒക്കെ നമുക്ക് ചാർത്താനും ധരിക്കാനും ഒക്കെയാണെന്നാ പറഞ്ഞത്. ഇതൊക്കെയാണ് ആക്കെ മനസ്സിലാക്കണം. ഇതൊക്കെ എന്തിനാ? അപ്പൊ ഇന്ദ്രൻ എന്താ ചെയ്തു വെച്ചാൽ ഈ മാല ആനയുടെ പുറത്ത് വെച്ചിട്ട് കുപ്പായ കീശയെന്ന് മറ്റേ ആ മുടി നേരെയാക്കണ കോലില്ലേ, അതെടുത്തിട്ട് അങ്ങനെ നേരെയാക്കണേ. കുറെ നേരമായി നേരിയാക്കണു. ഈ മുടി നേരെയാക്കിയതൊട്ടൊന്നും തല നേരെയാവും തോന്നുന്നുണ്ട്. അങ്ങനെ വെച്ചാൽ നമ്മുടെ നാട്ടിൽ എത്ര തല നേരെയാവണം? ശരിയല്ലേ? അപ്പൊ ഈ പൂവ് ഗംഭീര പൂവല്ലേ, അതിലേക്ക് വണ്ടുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് വന്നിട്ട് വണ്ടിന്റെ ശല്യം കാരണം ആന വല്ലാതെ മുഷിഞ്ഞു. ആനയ്ക്ക് മുഷിച്ച് ആന ഈ മാല വലിച്ചു നിലത്തേക്കിട്ട് ചവിട്ടി അങ്ങോട്ട് തേച്ചു. ദുർവാസാവ് ഇങ്ങനെ ലൈവ് ഇത് ദുർവാസാവ് ഇങ്ങനെ കാണുകയാണേ. നിന്ന നിപ്പിന് പണ്ടെങ്ങാനും ഉണ്ടായി എന്ന് പറഞ്ഞ് കേൾക്കല്ല, എങ്ങനെയൊന്നും ഉണ്ടായി എന്ന് ഒരാൾ പറഞ്ഞിട്ട് കേൾക്കല്ല ചെയ്യുന്നത്. അതിങ്ങനെ കണ്ണൻ്റെ മുമ്പിൽ ഇങ്ങനെ കാണുക, തൻ്റെ മാല ചവിട്ടും. അതപ്പം ആവും കുട്ടികളെ. ഏത് കുട്ടികള്? ആ വിദ്യാധര സ്ത്രീകളെ പാവം എന്തോ ഒരു വാത്സല്യത്തിൽ ഗുരുനാഥ എന്നും പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടികളുടെ ഇന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ഇത് ഉഷ്ടൻ എന്തല്ലേ ജാതി ഇങ്ങനെ കാണി നിന്ദിച്ച അവർ പാവം എത്ര ബുദ്ധിമുട്ടി തനിക്ക് തന്നെ നശിപ്പിച്ചു എന്ന് തോന്നില്ലേ? അദ്ദേഹത്തിനുള്ളിലൊരു ആ വാത്സല്യം കൊണ്ടൊരു ആ കുട്ടികളോടുള്ള വാത്സല്യം കൊണ്ടൊരു വിഷം. എന്താ ഇന്ദ്ര താനൊന്നേ എന്റെ ശ്രീ പോട്ടെ എന്ന് പറഞ്ഞു. എന്ത് പോട്ടേന്ന്? ശ്രീ പോട്ടേന്ന് അങ്ങോട്ട് ശപിച്ചു. ഇതുണ്ടായി. ഇതാണ് ശാപത്തിന്റെ കഥ. അത് ഇവിടെ പറഞ്ഞിട്ടില്ല, ഭാരതത്തിലാ പറഞ്ഞു. ഇനി ദേവി ഭാഗവതം എന്ന് കേട്ടിട്ടുണ്ടോ? ദേവി ഭാഗവതം. ഈ ദേവി ഭാഗവതത്തിൽ ഈ കഥ ലേശം കൂടി വ്യത്യാസമായിട്ട് പറയും. ഇത്തിരി വ്യത്യാസമുള്ള അതും കൂടിയാണ് പറയാൻ. ഇപ്പം അത് ഇനിയിപ്പോൾ അന്വേഷിക്കാൻ പോകണ്ട. എന്താ വെച്ചോ? അതായത് ദേവി ഭാഗവതത്തിൽ എന്താ പറയുക? ഇദ്ദേഹം ദുർവാസാവ് മഹർഷി വൈകുണ്ഠത്തിൽ പോയപ്പം വൈകുണ്ഠത്തിൽ നിന്ന് ഭഗവാൻ പ്രസാദമായിട്ട് രാവിലത്തെ പൂജയുടെ പ്രസാദമായിട്ട് ഒരു പൂവ് കൊടുത്തു. ഏതാ പൂവെന്നറിയൂ? വൈകുണ്ഠത്തിലെ രാവിലെ ഭഗവാൻ ശ്രീപരമേശ്വരൻ്റെ വകയൊരു പുഷ്പാഞ്ജലി ഉണ്ട്. കൈലാസത്തിലേക്ക് തിരിച്ചുകൊണ്ട് കേട്ടോ. അതൊക്കെ രാവിലെ വൈകുന്നേരം മാറി മാറി ഉണ്ട്. അത് അപ്പോൾ വൈകുണ്ഠത്തിൽ വന്ന ഭഗവാൻ ശ്രീപരമേശ്വരൻ പൂജ കഴിക്കുമ്പം സമർപ്പിച്ച പൂക്കൾ ഉണ്ടാവുമല്ലോ, ഹിമാലയത്തിലെ കൈലാസത്തിലെ വിശേഷ പൂക്കൾ. ആ പൂവ് അത് വൈകുണ്ഠസ്വാമി ഭഗവാൻ ആർക്കും കൊടുക്കില്ല, പ്രിയപ്പെട്ട പൂവായതുകൊണ്ടേ. അപ്പോൾ ദുർവാസാവ് വന്നപ്പോൾ ദുർവാസാവിനോടുള്ള ഇഷ്ടക്കൂടുതൽ കാരണം ഈ പൂവ് ആർക്ക് കൊടുത്തു? ദുർവാസാവിന് കൊടുത്തു. ദുർവാസാവ് ഈ പൂവായിട്ട് പോകുമ്പോഴാണ് വഴിയിലാരെ കണ്ടത്? ഇന്ദ്രനെ കണ്ടത്. ബാക്കിയൊക്കെ സമാണ്. ഇത് മാലയ്ക്ക് പകരം പിന്നെ ഈ പൂവാണെന്നേ ഉള്ളൂ. ഈ ഭാഗത്ത് ദേവി ഭാഗവത്തിൽ ഈ കഥ പറയുമ്പോൾ ഈ ഭാഗത്ത് വേറൊരു സംഗതി പറയും. എന്താ പറയാന്നറിയോ? എപ്പോഴൊക്കെയാണ് ശ്രീ പോവുക എന്ന്. ആര് പോവുക? ശ്രീ. ശ്രീ എന്നൊക്കെ നേരെ പറയണം. ഇപ്പൊ ആള് ശ്രീ പറയില്ല, ശ്രീ എന്നാ പറയുക. ശ്രീ എന്നല്ല പറയുന്നത്, ശ്രീ എന്ന് പറയണം. സ ര ശ്ര അല്ലെ? സ എന്ന് ചേർത്ത് ര പറഞ്ഞാൽ സ്ര, പ്രസ്രവണം. അത് വേറെ വാക്ക്. ശ്രീ ശാരാശ്ര ശ്രീകൃഷ്ണൻ ശ്രീരാമൻ അത് ശ്രീയാണ്. പക്ഷെ പൊതുവെ വെറുതെ പറയില്ലേ, ഒന്നും പറഞ്ഞാൽ നേരെ കുട്ടികളെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ പറഞ്ഞ പറക്ക ശ്രീ എന്നാ പറയും. കുടുംബത്താരെയും തിരുത്തുമോ? ആര് തിരുത്താൻ? കുടുംബത്തുള്ളവർക്ക് ഇഷ്ടം വേണ്ട ആദ്യം തിരുത്താൻ. ഒക്കെ പൊരിച്ചാത്തി കുഴയല്ലേ നമ്മുടെ നാട്ടില്. അക്ഷരമൊക്കെ ശുദ്ധമായിട്ട് പറയണേ, ഇല്ലെങ്കിൽ ഒന്നും ഒരു വകയും അതിലും ഉണ്ടാവില്ല. ഇംഗ്ലീഷ് പറയുമ്പോൾ എന്തോ ഒരു കൃത്യതയാണ് നമുക്ക്.
ആരെങ്കിലും ഒരു ലേശം തെറ്റിച്ച് പറഞ്ഞാൽ നമ്മൾ ഇരുന്ന് പരിഹസിക്കുമ്പോൾ ഒരു 15 കൊല്ലം. ഇതിന് പരിഹസിക്കണത് സാഹിബിന്റെ ഭാഷ ഇത്തിരി തെറ്റിച്ച് പറഞ്ഞാൽ നമ്മൾ ഇതിനെ പരിഹസിക്കണത്? നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും ഭാഷയൊന്നും അല്ലല്ലോ അത്. ഇവിടെ നമ്മുടെ ഭാഷ കൊഞ്ഞാന്നാ പറയാൻ ഒരു പരിഹാസ്യതയില്ല. അതാ പറഞ്ഞത്, ഒരു ജാതി ഭാഷകളാണ് നമ്മുടെ നാട്ടിലെ സമ്പ്രദായം. വെറുതെ ഇരുന്ന് ചിന്തിച്ചോളൂ. ഒക്കെ ഏത് ഭാഷയ്ക്ക് അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. ഇംഗ്ലീഷിന് അതിൻ്റെ ഭംഗിയുണ്ട്, സംസ്കൃതത്തിന് അതിൻ്റെ ഭംഗിയുണ്ട്, മലയാളത്തിന് അതിൻ്റെതായ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഓരോന്നിനും ഓരോ ഭംഗിയാണ്. എരിശ്ശേരിക്കൊരു രസം വേറെയുണ്ട്, കാളൻ്റെ രുചി ഒരു ഭംഗി വേറെയാണ്, സാമ്പാർ അതിലേറെ വേറെ രുചിയാണ്. ഓരോ കൂട്ടാനും ഓരോ രുചിയില്ല. എല്ലാ കൂട്ടാനും നമുക്ക് ഇഷ്ടമാണ്. എല്ലാം കൂടി കൂട്ടിക്കുഴച്ചാലോ? അത് എണ്ണക്കാരൻ കണ്ട അദ്ദേഹം ചട്ടുകം കൊണ്ട് തല്ലിക്കൊല്ലും. പിന്നെ എന്തിനാ അദ്ദേഹം 3 മണിക്ക് ഇറങ്ങി പണിയെടുത്തത്? ഇതൊന്നിച്ച് കൂട്ടിക്കുഴച്ചൊരു ഉരുളിയിൽ തിളക്കിയാൽ മതിയായിരുന്നില്ലേ? വ്യത്യാസം അതാണ്. നമുക്ക് വിവരമില്ലായതുകൊണ്ട് ഇപ്പോൾ ഓരോന്നിനും ഓരോന്ന് ആസ്വദിക്കാനുള്ള കഴിവുള്ള കൂട്ടരൊക്കെ അതൊക്കെ ഭംഗിയായിട്ട് ആസ്വദിക്കാം. ഇവിടെ പറഞ്ഞത് എന്താ ചോദിച്ചാൽ, ഈ ശ്രീ പോവുക എപ്പോഴാണെന്ന് ദേവി ഭാഗവതത്തിൽ പറയും. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അവിടെ അത് പറയാനപ്പോൾ ഇത് പറഞ്ഞത് എപ്പോഴാണ് പോവുക? അവിടെ പറയും, കുളിച്ചിട്ട് എണ്ണ തേക്കണവൻ്റെ ദേഹത്തിന്നും കുടുംബത്തിന്നും ശ്രീ പോവും. ശ്രീയല്ല, സ്ത്രീകൾ തന്നെ പോകും. വൃത്തിയും വെടുപ്പില്ലാത്തവൻ്റെ കൂടെ പെണ്ണുങ്ങൾ നിൽക്കുമോ? അവരിറങ്ങി പോവില്ലേ? എന്നുവെച്ചാൽ എന്താ അർത്ഥം? കുളിച്ചിട്ട് എണ്ണ തേക്കണവൻ്റെ ദേഹത്തിന്നും കുടുംബത്തിന്നും ശ്രീ പോകും. അതൊക്കെ മുത്തശ്ശിയമ്മമാർക്കൊക്കെ നിശ്ചയുണ്ടാവും. പണ്ടൊക്കെ മുത്തശ്ശി പറയുന്നത് കേട്ടിട്ടുണ്ട്. അടുക്കളയിലകത്തൊക്കെ ഈ എണ്ണ തേച്ചാൽ പിന്നെ അകത്തേക്ക് കയറാൻ സമ്മതിക്കില്ല, ഒന്നും തൊടാൻ സമ്മതിക്കില്ല. കുളിക്കാനൊക്കെ എണ്ണ തേച്ചാൽ രാവിലെ കുളി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരു കുളിക്കാൻ തന്നെ കൂട്ടിക്കോളൂ. കുളിയെ ശുദ്ധമൊന്നും ഇല്ല, കുളിച്ചിട്ട് ശുദ്ധം തന്നെയാണ്. രാവിലെ പുറത്ത് പോയി കൂട്ടി തൊട്ടിട്ടൊന്നും ഇല്ല, ഇനി എവിടെയും പോയി ഒന്നും ശുദ്ധം മാറിയിട്ടില്ല. എന്നാലും എണ്ണ തേച്ചിട്ട് ഒന്ന് കുളിക്കാൻ നിരീക്ഷിച്ച് കുളിക്കാൻ പോകുമ്പോൾ എണ്ണ ദേഹത്ത് തേച്ച് തലയിലോ തേച്ച് കഴിഞ്ഞാൽ പിന്നെ കട്ടില പറഞ്ഞാൽ മനസ്സിലാവില്ലേ? വാതിൽ കട്ടിലകളോ വാതിൽ അവണപ്പലകയോ പലകകളോ ഓട്ടുപത്രങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഒന്നും തൊടാൻ സമ്മതിക്കില്ല. അകത്തേക്ക് കയറാനും പിന്നെ കുളത്തിൽ പോയി മുങ്ങി കുളിച്ച് ശുദ്ധമായിട്ട് വന്നിട്ടേ അതൊക്കെ തൊടാൻ സമ്മതിക്കുള്ളൂ. എന്താ വെച്ചാൽ തൊടാൻ സമ്മതിക്കില്ല. അങ്ങനെയാണ് ഒക്കെ ആണ്. അപ്പോൾ എണ്ണ തേച്ചാൽ അശുദ്ധി ഉണ്ടെന്ന് അവർ. കുളിച്ചാലേ പിന്നെ ശുദ്ധാവുള്ളൂ. അപ്പോൾ കുളിച്ചിട്ട് എണ്ണ തേക്കരുത്. ഇല്ലെങ്കിൽ പണ്ടൊന്നും അങ്ങനെ എണ്ണ തേച്ച് കുളിക്കാന്നല്ലേ പറയുക നമ്മൾ? അങ്ങനെയല്ലേ എണ്ണ തേച്ച് കുളിക്കുക? എന്താ അർത്ഥം? എണ്ണ തേക്കണോ കുളിക്കണോ ശുദ്ധാവണോ ഇങ്ങോട്ട് പോരുന്നോ? കുളി കഴിഞ്ഞ് നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ ഒപ്പം എണ്ണ തേച്ച് വന്നോ കുളിക്കാണ്ട് നിൽക്കണോനെ കണ്ടാൽ നമ്മൾ തൊടുക? രണ്ടാളും കൂടി എണ്ണ തേച്ചിട്ട് ആ കുളത്തേക്ക് പോയത്, നമ്മൾ കുളിച്ച് കയറി പോകുന്നു. മറ്റവൻ ഇപ്പോൾ ഇവിടെ കല്ലിട്ടിരിക്കുക, കുളത്തേക്ക് കല്ലിട്ടിട്ട്. അവനെ പോയി നമ്മൾ തൊടില്ല. എന്താ കാരണം? കുളിച്ച് വന്നാലേ പിന്നെ ശുദ്ധമായിട്ടേ തൊടുള്ളൂ. അത് അപ്പം അതങ്ങനെയുണ്ട്. അപ്പം ഇപ്പോഴങ്ങനെയാ പതിവ് വെച്ചാൽ പണ്ടത്തെ പതിവല്ലല്ലോ. ഇപ്പം പിന്നെ നമ്മൾ കുളിക്കുമ്പം ആ മറ്റേ കാറ് കഴുകണേ ആ പശയില്ലേ, ത്രശ വലിപ്പുള്ള പശയില്ലേ, അതിങ്ങോട്ട് കൊണ്ടുവന്ന് തലയിലങ്ങോട്ട് തേച്ചിട്ട് അങ്ങോട്ട് അപ്പം അങ്ങോട്ട് പറത്തും. കാട്ടാളുടെ മാതിരി കാട്ടാളത്തിൻ്റെ മാതിരി അതിങ്ങോട്ട് പറത്തിയ പിന്നെ ഇതൊന്ന് ഒതുങ്ങണമല്ലോ. അതിനെന്ത് ചെയ്യും? ഒരു കൈക്കുടനയില എണ്ണ പുരട്ടിയിട്ട് എന്നിട്ടാണ് അമ്പലത്തേക്ക് ഇങ്ങനെ വരിക. അമ്പലത്തിലുള്ളവർക്ക് വിവരമില്ലാത്തതുകൊണ്ട് തിരക്കടില്ല. അല്ലെങ്കിൽ പുണ്യാഹത്തിന്റെ കാശാരോട് വാങ്ങണം. ശരിയല്ലേ? അപ്പോൾ പുണ്യാഹം വേണം. നമ്മൾ പെലയുണ്ടായിട്ട് കുളിക്കാണ്ട് ശുദ്ധം മാറിയിട്ട് അമ്പലത്തേക്ക് വരുമോ? എന്തെങ്കിലും അശുദ്ധി ഉണ്ടെങ്കിൽ കുളിച്ച് ശുദ്ധാവണം. ശുദ്ധി വെച്ചാൽ കുളിച്ച് ശുദ്ധമായിട്ടേ വരുള്ളൂ. അല്ലാതെ ശുദ്ധി വെച്ചാൽ ആ ശുദ്ധം വന്നിട്ടല്ലേ വരുള്ളൂ. ശരിയല്ലേ ഇത്? ഇപ്പം പെലയുണ്ടെങ്കിൽ വരുമോ? അതെന്നാ വെച്ചാൽ അതിൻ്റെ പിണ്ടം കഴിഞ്ഞ് പെലയൊക്കെ തീർന്ന് ശുദ്ധമായാലേ വരുള്ളൂ. എല്ലാ കാര്യവും അങ്ങനെ തന്നെയല്ലേ പതിവ്. അപ്പം അതുകൊണ്ടൊക്കെ ശ്രദ്ധിക്കണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിൽ വേണ്ട മാതിരി ഗുണങ്ങൾ നമ്മൾ ചെയ്യണതുകൊണ്ട് ഇല്ലാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇങ്ങനെ ചില ഓട്ടയുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. ഓട്ട പറഞ്ഞാൽ നമ്മൾക്ക് ഈ കിട്ടണ നന്മ ഒഴുകി പോണ ചില അശുദ്ധിയുടെ ഓട്ടയതൊക്കെ. അതുകൊണ്ട് കുറേയും കൂടിയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നാ പറഞ്ഞത്. സൂക്ഷ്മത ഉണ്ടെങ്കിൽ കുറേയും കൂടി നന്നാവും. അപ്പം കുളിച്ചിട്ട് എണ്ണ തേക്കണവൻ്റെ ദേഹത്തു നിന്നും കുടുംബത്തു നിന്നും ശ്രീ പോവും. പിന്നെ നനഞ്ഞ മുണ്ട തോളത്തിടണവൻ്റെ ദേഹത്തു നിന്നും കുടുംബത്തു നിന്നും ശ്രീ പോവും. നനഞ്ഞ മുണ്ടൊന്നും തോളത്തിടരുത് കേട്ടോ. കുളിച്ച് വരുമ്പം ഇപ്പം എങ്ങനെയാ പതിവ്? ഇപ്പം കുളിച്ചിട്ട് ആ നനഞ്ഞ മുണ്ട് പൊതച്ചിട്ട് അങ്ങനെ സുന്ദരിയായിട്ട് ഇങ്ങനെ വരും. നനഞ്ഞ മുണ്ടൊന്നും തോളത്തിടരുത്. അതുകൊണ്ടാണ് ഈ പണ്ട് വിവരമുള്ളവരൊക്കെ കുളിച്ചു കഴിഞ്ഞ് കുളത്തുനിന്ന് പോകുമ്പോൾ എങ്ങനെയാ പോവുക? മുഖ്യ വസ്ത്രങ്ങൾ ഉണ്ടാവില്ലേ? മുഖ്യ വസ്ത്രങ്ങൾ എവിടെയുണ്ട്? നമ്മൾ കൈത്തണ്ടേമേൽ ഇവിടെ ആയിട്ടല്ലോ. തോളത്തിടില്ല. തോളത്തിട്ട ശ്രീ പോവും. നനഞ്ഞ വസ്ത്രം തോളത്തിടരുത്. അങ്ങനെ പോവും. പിന്നെ നോക്കൂ, അതായത് ഉദിക്കുമ്പം അസ്തമിക്കുമ്പോഴും സന്ധ്യാസമയത്ത്, ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും സന്ധ്യാസമയത്ത് ഉണ്ണണോന്റെ ദേഹത്തിന്നും കുടുംബത്തിന്നും ശ്രീ പോവും. സന്ധ്യയ്ക്ക് ഉണ്ണാനും പാടില്ല, ഉറങ്ങാനും പാടില്ല. സന്ധ്യ എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തേത് നമുക്ക് ഓർമ്മയിലുണ്ടാവുള്ളൂ. രാവിലത്തേത് പരിചയം കുറവായിരിക്കും. എന്താ കാരണം? ഇപ്പോൾ 8 മണി 9 മണിയാണല്ലോ പുറപ്പാട് അല്ലേ? നമ്മുടെ സമ്പ്രദായമുള്ളവരുടെ അല്ല കേട്ടോ പറയുന്നത്. പൊതുവേ നമ്മുടെ നാട്ടിൽ ഇപ്പം അങ്ങനെയല്ലേ? ചെറുപ്പക്കാരൊക്കെ ഇപ്പം എങ്ങനെയാ പതിവ്? രാത്രി തൊണ്ടിയും മാന്തിയും 2:30 വരെ മാന്തല്, പിന്നെ 12:30 എണീക്കല്,
ശരി തന്നെയല്ലേ ഇതൊക്കെ? ഇതൊക്കെ ഇപ്പൊ എല്ലാ നാട്ടിലും ഇപ്പൊ നമ്മൾ കാണുന്നതല്ലേ. കാരണവന്മാരൊക്കെ പണ്ടത്തെ മട്ടുമാതിരിയൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പൊ സന്ധ്യയ്ക്ക് ഉണ്ണണോന്റെയും ഉറങ്ങണോന്റെയും ദേഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ശ്രീ പോവും. മനസ്സിലാവണില്ലേ? സന്ധ്യയ്ക്ക് ഉണ്ണണോന്റെ ദേഹത്തു നിന്നും പോവും, ഉറങ്ങണോന്റെ ദേഹത്തു നിന്നും. സന്ധ്യയ്ക്ക് ഉണ്ണാനും ഉറങ്ങാനും പാടില്ല. സന്ധ്യയ്ക്ക് അല്ലേ, ഈ സന്ധ്യാസമയം എന്ന് പറഞ്ഞാല് സൂര്യൻ അസ്തമിച്ച ആ രാത്രിയല്ല, പകലുമല്ല. ആ നേരത്ത് ഊണഴിക്കരുത്, ആഹാരം കഴിക്കാം, ഉറങ്ങാനും പാടില്ല, കിടക്കുക പോലും ചെയ്യില്ല. ഇനി വയ്യായി ദണ്ണായിട്ട് കിടക്കണവരാണെങ്കിൽ പോലും പ്രായമുള്ളവരൊക്കെ പറയും, സന്ധ്യയായി കുട്ടി, അതിനെ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്തിക്കോളൂ, ഒന്ന് എഴുന്നേറ്റിരുത്തിക്കണം, ഒന്ന് കാലൊക്കെ തൊട്ട് നനച്ചൊരു ഭസ്മൊക്കെ തൊടിയിച്ച് നാമം ചെല്ലിച്ച് എന്നിട്ട് സന്ധ്യ എന്നങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെയും. ഇനിയിപ്പോ കുട്ടികളൊക്കെ ആണെങ്കിൽ പോലും ആഹാരം കൊടുക്കുമ്പോൾ സന്ധ്യ ഒന്നങ്ങോട്ട് കഴിഞ്ഞോട്ടെ. എന്താണ് സന്ധ്യക്ക് കൊടുക്കില്ല. ചെറിയ കുട്ടികൾക്കൊക്കെ ആഹാരം കൊടുക്കണമെങ്കിൽ പ്രായമുള്ളവർക്കൊക്കെ കൊടുക്കുകയാണെങ്കിലും അങ്ങനെ. അപ്പൊ സന്ധ്യയ്ക്ക് ഉണ്ണണോന്റെ ദേഹത്തുനിന്നും കുടുംബത്തിൽ നിന്നും ശ്രീ പോവും. സന്ധ്യയ്ക്ക് ഉറങ്ങണോന്റെ ദേഹത്തു നിന്നും കുടുംബത്തിൽ നിന്നും ശ്രീ പോവും. സന്ധ്യയ്ക്ക് സീരിയല് കാണണോന്റെ കാര്യം പറഞ്ഞിട്ടില്ല, പേടിക്കണ്ട. പെട്ടെന്ന് അത് ഇനിയിപ്പോ സംശയം ഉണ്ടാവുകയെ. മനസ്സിലായില്ലേ? അത് വേദവ്യാസരുടെ കാലത്ത് ആ ദുരിതം ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം പറയാഞ്ഞത്. നമ്മുടെ കാലത്ത് ആ ദുരിതം കൂടി ഉള്ളതുകൊണ്ട് അതും കൂടി കൂട്ടി പറഞ്ഞു എന്നേ ഉള്ളൂ, തെറ്റിദ്ധരിക്കണ്ട. സന്ധ്യാസമയത്തെങ്കിൽ ആ പെട്ടിയുമ്പിൽ ഒരു നനഞ്ഞ ചാക്കെങ്കിലും വലിച്ചിട്ടിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് 10 നാമം ചൊല്ലിക്കോളൂ. അങ്ങനെയൊക്കെയാണ് വേണ്ടത്. നനഞ്ഞ ചാക്കൊന്നും അതിൻ്റെ മുകളിൽ ഇരണ്ടട്ടോ, ചിലപ്പോൾ അത് കേടായിട്ട് നമ്മളെയും തെരഞ്ഞു വന്നിട്ട് കാര്യമില്ല, നമ്മുടെ നാട്ടിൽ നിന്ന് അവിടുന്ന് പോകും. എന്നുവെച്ചാൽ അർത്ഥം ആ സമയത്തെങ്കിലും ഒരു ഇത്തിരി നേരം നമ്മളതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചപ്പോൾ അവനവൻ്റെ അകത്ത കാര്യം നേരെയൊക്കെ ലേശം പണിയെടുക്കണേ എന്നാ പറഞ്ഞത്. ഇതാണ് അപ്പൊ ശ്രീ അപ്പൊ ഇതൊക്കെ ഈ ഭാഗത്ത് ദേവി ഭാഗവതത്തിൽ പറഞ്ഞു, മഹാഭാരതത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഓരോ ശാസ്ത്രങ്ങളിൽ പറയുന്നത്, ഏത് ശാസ്ത്രത്തിൽ എന്ത് പറഞ്ഞാലും നമ്മൾക്കത് ഗുണാണേ. അത് പിന്നെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞോളണമെന്നൊന്നുമില്ല. ഇപ്പൊ 10 കുഴിയുള്ള കാരയിൽ അപ്പം ഉണ്ടാക്കിയാലും 20 കുഴിയുള്ള കാരയിൽ അപ്പം ഉണ്ടാക്കിയാലും ഇനി കുഴിയില്ലാത്ത കാരയിൽ ഉണ്ടാക്കിയാലും നമ്മളൊക്കെ അപ്പം കഴിക്കുക വേണ്ട. കുഴി എണ്ണേണ്ട കാര്യമൊന്നും അപ്പത്തിന്റെ രുചിയെ ബാധിക്കണ കാര്യമല്ല. കുഴി നമ്മൾ പറയാറില്ലേ, അപ്പം കഴിച്ചാൽ മതി, അത് പടക്കുണ്ടല്ലേ, അത് മതി. അതെന്താ കാരണം? അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മള് ഏത് ശാസ്ത്രത്തിൽ പറഞ്ഞതായാലും നമുക്ക് ഗുണമുള്ളതാണെങ്കിൽ എടുക്കന്നെ. ഇവിടെ എന്താ വെച്ചാൽ ശ്രീ പോവുക എന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്യും ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഒന്നുമില്ല, ഭഗവാൻ അല്ലേ, ഭഗവാന്റെ അടുത്ത് ചെന്ന് ആശ്രയിച്ചു ദേവന്മാര് ഭഗവാനെ ആശ്രയിച്ചപ്പം ഭഗവാൻ പറഞ്ഞു ദേവന്മാരെ ഒരു കാര്യം ചെയ്യൂ, ഈ പാലാഴി കടഞ്ഞ അമൃതം എടുത്ത് കഴിച്ചാൽ എന്തുണ്ടാവും? നിങ്ങൾക്ക് നന്മയുണ്ടാവും, നിങ്ങളുടെ പോയ ശ്രീയൊക്കെ തിരിച്ചു കിട്ടുമെന്നും പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും അതിന് വേണ്ടത് എന്താ വെച്ചാൽ, പാലാഴി കടയാൻ നിങ്ങൾ ഒറ്റയ്ക്ക് കടഞ്ഞാൽ കിട്ടില്ല, അസുരന്മാരെയും കൂടി കൂടെ കൂട്ടിക്കോളൂ എന്നും പറഞ്ഞു. അസുരന്മാരും ദേവന്മാരും എന്നും ഷണ്ഠേ ശത്രുക്കള്. എവിടുന്ന് കിട്ടാനാ പറ്റോളെ? ദേവേന്ദ്രൻ എന്ത് ചെയ്തു? ദേവേന്ദ്രനോട് പറഞ്ഞു, ദേവേന്ദ്ര പാലാഴി കടയുമ്പോൾ പലതും ഉണ്ടാവും, അതിനൊന്നും പുറപ്പെടണ്ട, പല വസ്തുക്കൾ പുറപ്പെടുക വിശേഷമായത്, അതൊന്നും കണ്ട് ചാടി പുറപ്പെടണ്ട, അമൃത് വരുമ്പം പുറപ്പെട്ടാൽ മതി എന്നും പറഞ്ഞു. അതുകൊണ്ട് അസുരന്മാരെയും കൂടി കൂട്ടുപിടിച്ചോളൂ. ദേവേന്ദ്രൻ രാവിലെ മുണ്ടും തോളത്തിട്ട് എങ്ങോട്ട് പോയി? അസുരന്മാരെ കാണാൻ. അസുരന്മാർക്ക് അത്ഭുതമായേ, ബദ്ധ ശത്രുവിനെ രാവിലെ മുണ്ടും തോളത്തിട്ട് അടുത്ത വരുമ്പത്തിൽ കൂടി മുണ്ടിന്റെ വക്കം പിടിച്ച് കൊടയും പിടിച്ച് ആര് വരുന്നു? ദേവേന്ദ്രൻ വരികയാണെങ്കിൽ പടിപ്പരയും കടന്നിങ്ങനെ വരുമ്പം ബലി മഹാരാജാവാണ് അന്ന് അസുരന്മാരുടെ നേതാവ്. ബലി മഹാരാജാവിന് സംശയം, ഇന്ദ്രന് പ്രാന്തായിയോ? എന്താ കാരണം? പ്രാന്തായിയാ നമ്മൾ എവിടേക്കാ പോകുകയെന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്നലെ വരെ ചീത്ത വിളിച്ചവൻ്റെ കുടുംബത്ത് പോയി ഇന്ന് ഊണൊഴിച്ചൊക്കെ വരും. ബുദ്ധിക്ക് അന്തല്യാണ്ടായി എന്തെങ്കിലുമൊക്കെ ചെയ്യില്ലേ? ഇന്ദ്രനെ ബുദ്ധിക്ക് അന്തല്യാണ്ടായോ എന്നൊക്കെ സംശയിയേ. പിന്നെ വന്നു. അപ്പൊ ഇന്ദ്രൻ ഇങ്ങോട്ട് കയറി വന്നിട്ട് പറഞ്ഞു, കുറച്ച് കാലമായി ഞാൻ നിരീക്കണം, അവിടത്തെ ഒന്ന് കാണണം, നിശ്ചയല്ല ഈ കണ്ടട്ട എന്നൊക്കെ ആര് പറഞ്ഞു? ഇന്ദ്രൻ. ഇങ്ങനെയൊക്കെ സ്നേഹം പറഞ്ഞു വരണോന് എങ്ങനെയാണ് നമ്മൾ കൊന്നില്ല ചോദിച്ചു. എന്താ ഇന്ദ്ര കാര്യം? ഒന്നുമില്ലേ, നമ്മളൊക്കെ എത്രയായാലും ഒരച്ഛൻ്റെ അമ്മയുടെയും മക്കളല്ലേ. കണ്ടാ തോന്നുന്നു ഇന്ന് രാവിലെ ഉണ്ടായ മക്കളാണ്, 56 കൊല്ലമായി ഉണ്ടായിട്ട്. ശരി തന്നെയാണ്, കശ്യപ പ്രജാപതിയുടെ മക്കളാണല്ലോ ദേവന്മാരും അസുരന്മാരും ഒക്കെ. സ്നേഹം പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് എത്രയായാലും നമ്മളൊക്കെ ഒന്നല്ലേ ചോദിച്ചു. ഇന്നലെ 16 ഇന്നിപ്പോ 1 എന്താ ഇന്ദ്ര ഒന്ന് അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ലോഹ്യം പറഞ്ഞ അവിടെ കഴിച്ചു കൂട്ടി കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരം പോവാൻ പുറപ്പെട്ട സമയത്ത് ഇന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി കൊടയും സഞ്ചിയൊക്കെ എടുത്ത് ഇറങ്ങി പുറപ്പെട്ട അങ്ങനെ പടിപ്പര ഇങ്ങോട്ട് കിടക്കുമ്പം പടിപ്പരയിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് തന്നെ വന്ന് ചെരുപ്പ് ഊരി മുറ്റത്തിട്ടിട്ട് കൊട അവിടെ വെച്ചാൽ അകത്തേക്ക് വന്ന് എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, അതൊന്നും അങ്ങോട്ട് പറയുക. എന്താ ഇന്ദ്ര പറയാനുള്ളത്? ഒന്നുമില്ല, ഞങ്ങൾ പാലാഴി കടയാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതൊന്നും പറയുക, നമ്മളൊക്കെ എത്രയായാലും ഒന്നല്ലേ എന്ന് പറഞ്ഞു. വിവരം അറിയിക്കാൻ വന്നതാണ്. നന്നായി എന്നും പറഞ്ഞു ബലി. അത് കഴിഞ്ഞ് ഇന്ദ്രൻ വീണ്ടും യാത്ര പറഞ്ഞിറങ്ങി പടിപ്പരയോളം എത്തി. വീണ്ടും തിരിച്ചു വന്ന് ചെരുപ്പൂരി അവിടെ ഇട്ടിട്ട് വീണ്ടും അകത്തേക്ക് കയറിയിട്ട് പറഞ്ഞു, പിന്നെ എന്താ വെച്ചാൽ ഞാൻ അതങ്ങോട്ട് പറയാൻ വിട്ടു, ഞങ്ങൾ എന്തായാലും പാലാഴി കടയാൻ തീരുമാനിച്ചിട്ടുണ്ടേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പാലാഴി കടയാൻ മോഹം തോന്നുന്നു വെച്ചാ ആദ്യേ പറഞ്ഞോളൂ, അധികമൊന്നും സ്ഥാനം ഒഴിവില്ല. നമ്മൾ പിന്നെ അവനോന്റെ ആൾക്കാരെങ്കിലും പെട്ടെന്ന് വന്നാലോ നിരീച്ച് 1-2 കസാര അവിടെ മുമ്പില്
ഒതുക്കി മാറ്റി വെച്ചതുണ്ട്, അതേ ഉള്ളൂ. ഇനി പൈമ്പിൽ വല്ലവരും വന്നിരുന്നാൽ അതും ഇല്ലാണ്ട് വേണച്ചാ വേഗം പറഞ്ഞോളൂ എന്നും പറഞ്ഞു. ആരെ? ഇന്ദ്രനെ. അപ്പൊ വലിയ മഹാരാജാവ് എന്താ വേണ്ടെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ മഹാരാജാവിന്റെ മന്ത്രി രാജാവിന്റെ ചെവിട്ട് പറഞ്ഞു, അതെ വലിയ മഹാരാജാവ്, പാലാഴി കടയാൻ ഇന്ദ്രൻ വിളിക്കുമ്പോൾ പോവാണ്ടിരിക്കണ്ട. എന്താ വെച്ചോ, നമ്മൾ ഒറ്റയ്ക്ക് കടന്നാൽ അമൃത് കിട്ടില്ല. അപ്പൊ ദേവന്മാരും കൂടി കടഞ്ഞാൽ കിട്ടും ചെയ്യും. അപ്പൊ അമൃത് ഇങ്ങനെ കടഞ്ഞ് തരായിട്ട് വരുമ്പോൾ നമുക്ക് കട്ടുകൊണ്ടുവന്ന് ഒറ്റയ്ക്ക് കഴിക്കുകയും ചെയ്യുക. എങ്ങനെയുണ്ട് അത് വലിയ മഹാരാജാവിന് ഇഷ്ടമായി. ഇത് വലിയ മഹാരാജാവിന്റെ ചെവിട്ടിൽ പറഞ്ഞതായതുകൊണ്ട് മൈക്കിൽ പറയുന്ന അല്ലാത്തതുകൊണ്ട് ആര് കേട്ടില്ല? ഇന്ദ്രൻ കേട്ടില്ല, വലിയ കേട്ടു. വലിയ മഹാരാജാവ് പറഞ്ഞായിക്കോട്ടെ, ഞങ്ങൾ പാലാഴി കടയാൻ വരാൻ വിഷമമൊന്നുമില്ല, എന്നൊക്കെ അപ്പൊ തീരുമാനിച്ചത് ചോദിച്ചു. 18-ാം തീയതിക്ക് പറഞ്ഞു, ആയിക്കോട്ടെ ഞങ്ങൾ വന്നോളാം, വണ്ടി അയക്കണം, വേണ്ട ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കോളാം എന്നും പറഞ്ഞു. ആയിക്കോട്ടെ അങ്ങനെ ആവട്ടെ, സന്തോഷമായി. അങ്ങനെ തഞ്ചത്തിൽ ആര് കാര്യം തരാക്കി? ദേവേന്ദ്രൻ. നോക്കുമ്പോ എന്തുണ്ടായത്? അവിടെ ചെന്നിട്ട് ദേവേന്ദ്രൻ പോയി പറയാൻ, ഞങ്ങൾക്ക് പാലാഴി കടയിൽ ഒറ്റയ്ക്ക് കടഞ്ഞാൽ കിട്ടില്ല, നിങ്ങൾ കൂടി സഹായിക്കണേ, ഞങ്ങളുടെ കാര്യം കഷ്ടാണേ ഞാൻ നിലവിളിച്ച എന്താ ഉണ്ടാവുക? നിലവിളിച്ച് അവിടെ ചെന്ന് ആശ്രയിച്ച എന്തുണ്ടാവും? അവര് പറയില്ലേ, അസുരന്മാര് പറയില്ലേ, ഞങ്ങൾക്ക് പാലാഴി കടയാൻ വരാനൊന്നും വിഷമമൊന്നുമില്ല, പക്ഷെ പാലാഴി കടഞ്ഞ അമൃതം ഉണ്ടാവുമ്പോ 99.9% 99.9% ഞങ്ങൾക്ക് തരണമെന്ന് പറയില്ലേ, വില പേശില്ലേ? ഇതിപ്പോ വില പേശലൊന്നും ഇല്ലേണ്ട കാര്യം നേരിയില്ലോ. അങ്ങനെ പാലാഴി കടയാൻ തയ്യാറായി. ദേവന്മാരും അസുരന്മാരും പാലാഴി തീരത്ത് വന്നു. അസുരന്മാരും ദേവന്മാരും കൂടിയിട്ട് ഈ മന്ദരപർവ്വതം ഇല്ലേ, മന്ദരപർവ്വതത്തെ കടകോലാക്കി വാസുകിയെ കയറാക്കിയിട്ട് വേണം കടയാന്നാ പറഞ്ഞത്. അങ്ങനെ മന്ദരപർവ്വതത്തെ പൊക്കി കൊണ്ടുവരാനായിട്ട് ദേവന്മാരും അസുരന്മാരും കൂടി പോയിട്ട് 2 കൂട്ടരും കൂടി ഇതിനിങ്ങോട്ട് പൊക്കി തോളത്തെ കയറ്റി. അസുരന്മാരും ദേവന്മാരും ചേർച്ചയില്ലാത്ത കൂട്ടരാണല്ലോ. അസുരനോ ദേവനോ ഏതോ ഒരുത്തൻ എന്തോ ചെയ്തു, പർവ്വതോ ഇരുണ്ട് മറിഞ്ഞ് നിലത്തേക്ക് അങ്ങോട്ട് വീണു. നിലത്തേക്ക് വീണപ്പോഴൊക്കെ ഈ പാലാഴി കടയാൻ വന്ന അസുരന്മാരും ദേവന്മാരും കൈയൊടിഞ്ഞ് കാലൊടിഞ്ഞ് തലയൊടിഞ്ഞ് കഴുത്തൊടിഞ്ഞ് ചത്തും ചതഞ്ഞും ഒക്കെ കുറേ നശിച്ചു പോയേ. ഭഗവാന് മനസ്സിലായി എന്താ ഇപ്പം ഇത് പറ്റുള്ള കാണിക്കണത്. പാലാഴി കടയാൻ പുറപ്പെട്ടവരൊക്കെ ഇപ്പൊ ICUലാണ്, മെഡിക്കൽ കോളേജിൽ. എന്തായാലൊക്കെ ഓരോ ദിക്കിൽ ചികിത്സ കഷ്ടായി പോയി. ഭഗവാൻ ആദ്യം തന്നെ വിഘ്നം. ശ്രീഹരി ഭഗവാന് മനസ്സിലായി ഇവര് വിചാരിച്ചാൽ നടക്കില്ല. ഭഗവാൻ പോയി ഗരുഡന്റെ പുറത്ത് പോയിട്ട് പുഷ്പം കൊണ്ടുവരുന്ന ലാഘവത്തോടെ എന്ത് കൊണ്ടുവന്നു? പാലാഴിയിൽ സ്ഥാപിച്ചു. പർവ്വതത്തിന് വാസുകിയെ കൊണ്ടുവന്നു, ചുറ്റി പാലാഴി കടയാൻ പുറപ്പെട്ടു. പാലാഴി കടയാൻ പുറപ്പെട്ടപ്പം ഭഗവാൻ പറഞ്ഞു, ദേവന്മാരോട് പറഞ്ഞു, ഒരു വാസുകിയെ ചുറ്റി തലയൊരു ഭാഗത്തേക്കും വാലൊരു ഭാഗത്തേക്കാണ് വെച്ചതേ. തല ദേവന്മാരോട് പിടിച്ചോളാം. അപ്പൊ തല ദേവന്മാര് പിടിച്ചാൽ ഇനി വാലാര് പിടിക്കണം? അസുരന്മാർ. അപ്പൊ അസുരന്മാർ ഇപ്പൊ വാല് പിടിക്കുന്ന നിരീച്ച ഭഗവാൻ അങ്ങനെ കാത്തിരിക്കുമ്പോൾ അസുരന്മാർ വാല് പിടിക്കണമെന്നൊന്നും കാണാനില്ലേ. വാല് പിടിക്കുന്നത് കാണാനില്ല എന്ന് മാത്രമല്ല, ഈ അസുരന്മാരുടെ ഭാഗത്തു നിന്നൊരു ശബ്ദം അങ്ങനെ കേൾക്കാനുണ്ട്. എന്താ വെച്ചിട്ടുണ്ടോ? ബഹിഷ്കരിക്കും പാലാഴി മഥനം ബഹിഷ്കരിക്കും, നാണം കെടുത്താൻ നോക്കേണ്ട പ്രതിഷേധ പ്രകടനമാണ്. അപ്പം ഭഗവാൻ ചോദിച്ചു, എന്താ പ്രശ്നം? ഞങ്ങളെ പാലാഴി കടയാനൊന്നും ഞങ്ങളെ കിട്ടില്ലേ, ഞങ്ങളെ പാമ്പിന്റെ പാലൊന്നും പിടിക്കില്ല, ഞങ്ങൾ നല്ല തറവാട്ടുകാരാണെന്നും പറഞ്ഞു. കശ്യപേയന്മാരാണ്, വാല് പിടിക്കുക പുച്ഛിക്കുക ചോദിച്ചു. പുച്ഛെന്ന് പറഞ്ഞാൽ വാല, പുച്ഛിക്കുക എന്ന് പറഞ്ഞാലോ? പുച്ഛിക്കുക എന്ന് പറഞ്ഞാൽ വാലാക്ക് അപമാനിക്കുക എന്ന്. ഞങ്ങളെ കിട്ടില്ല. അപ്പം ഭഗവാൻ ചോദിച്ചു, നിങ്ങൾ വാല് പിടിക്കില്ല? ഞങ്ങൾ വാല് പിടിക്കില്ല എന്നും പറഞ്ഞു. അപ്പൊ ഭഗവാൻ ചോദിച്ചു, തലയാണെങ്കിലോ ചോദിച്ചു. തലയാണെങ്കിൽ പിടിക്കുക എന്നും പറഞ്ഞു. അപ്പം ഭഗവാൻ എന്ത് ചെയ്തു? ദേവന്മാരോട് പറഞ്ഞു, ആ തലേമ്പെന്ന് പിടുത്തം വിട്ടോളൂ, വാലുമ്പ പിടിച്ചോളൂ പറഞ്ഞു. ദേവന്മാര് പോയിട്ട് എന്ത് ചെയ്തു? തലേമ്പെന്ന് പിടുത്തം വിട്ട് വാല് പിടിച്ചു. ദേവന്മാർക്ക് പിന്നെ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചാൽ മതി. തലയാച്ചാ തല, വാലാച്ചാ വാല്. ഭഗവാൻ പറഞ്ഞെങ്കിൽ പിടിക്കുക. വാലുമ്മ പോയി പിടിച്ചു. ആ ദേവന്മാര് വാലുമ്മ പിടിച്ചപ്പോൾ അസുരന്മാരാണെങ്കിൽ എന്ത് ചെയ്തു? പ്രതിഷേധ പ്രകടനക്കാരെല്ലാരും കൂടി പ്രതിഷേധ പ്രകടനം മാറ്റിയിട്ട് ആഹ്ലാദ പ്രകടനമാക്കിയിട്ട് നെടിയെടുത്തു എന്നും പറഞ്ഞ ആഹ്ലാദ പ്രകടനമായിട്ട് വന്ന് തലയും പിടിച്ചു. ഭഗവാന് സന്തോഷമായി. എന്താ കാരണം? ഒക്കെ വിചാരിച്ച മാതിരി നടന്നു കിട്ടി. ഇത് വിചാരിച്ചത് ദേവന്മാരെ കൊണ്ട് വാലും അസുരന്മാരെ കൊണ്ട് തലയും പിടിപ്പിക്കാനാണ് ആര് നിരീക്ഷിച്ചത്? ഭഗവാൻ നിരീക്ഷിച്ച. എന്താ കാരണം? ദേവന്മാര് തല പിടിച്ചാൽ നേരിയ വലിയ പാമ്പല്ലേ, ഇതിങ്ങനെ വലിഞ്ഞു മുറുകുമ്പോൾ വിഷം തൂപ്പുമ്പോൾ ദേവന്മാര് സത്വഗുണ പ്രധാനികളായതുകൊണ്ട് വിഷം ചെന്നാൽ അവർക്ക് ദോഷം ഉണ്ടാവുകയെ. അങ്ങനെയുണ്ട്. അസുരന്മാരാണെങ്കിലോ തല പിടിക്കുന്നത് വിഷം തൂപ്പിയാലും കുഴപ്പമില്ല. എന്താ കാരണം? അതിനേക്കാളും വലിയ വിഷമാണല്ലോ ഇത്. ആസുരന്മാരാ ജാതി വിഷമല്ലേ. അതുകൊണ്ട് മറ്റാരോ പറഞ്ഞില്ല, ഇടവഴി കൂടി ഇങ്ങനെ പോകുക. വടക്കല കൊയ്തും കുട്ടിയെ പാമ്പ് കടിച്ചു, മൂർഖം പാമ്പ് കടിച്ചു. വടക്കല കൊയ്തും കുട്ടി മൂർഖം പാമ്പ് കടിച്ചു. ആരോ ഇടവഴി കൂടി ഓടുകയാണേ. അപ്പൊ മുത്തശ്ശി പഠിപ്പരയെന്ന് ഇങ്ങനെ ചോദിച്ചു, എന്നിട്ട് പാമ്പ് ചത്തു ഉണ്ണിയേ ചോദിച്ചു. എന്താ പാമ്പ് ചത്തു? എന്താ മുത്തശ്ശിയെ ചോദിച്ചു. അല്ല, വിഷം എവിടേക്കും കയറൂലോ എന്നും പറഞ്ഞു. ഈ കൂടിയൊക്കെ കുറഞ്ഞേക്കിലേക്കാണല്ലോ കയറുക എന്ന് പറഞ്ഞു. അപ്പൊ കൂടിയ വിഷം ഇതിനാ കൊയ്തും കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഭഗവാന് സന്തോഷമായി. പാലാഴി കടയാൻ പുറപ്പെട്ടു.